ഇന്നത്തെ ക്ലാസ്സിന്റെ എന്ത് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്? നമ്മുടെ പ്രോബ്ലം സെഷൻ തുടങ്ങാൻ പോവാണ്. പ്രോബ്ലം സെഷനാണ്. യെസ്, ഇവിടെ ഞാനൊരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇതവിടെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണിത്. y ഈക്വൽ ടു cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. y ഈക്വൽ ടു cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. ഫൈൻഡ് dy ബൈ dx. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫൈൻഡ് dy ബൈ dx. അപ്പൊ നമ്മളിത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? ഡെറിവേറ്റീവ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് റൂള് അപ്ലൈ ചെയ്യേണ്ടി വരും? യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. മൾട്ടിപ്ലൈ ചെയ്തിട്ടിരിക്കുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. യെസ്, കോമൺ സെൻസ് ആണ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 2 പേരല്ല അല്ലെ, എത്ര പേര് മൾട്ടിപ്ലൈ ചെയ്തിട്ടിരിക്കുക? 1 2 3 പേരുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ഇവിടെ ഫസ്റ്റ് ഒന്നാമത്തതിനെ, ഇതിനെ ഒന്നാമത്തെ ഫംഗ്ഷൻ, ഇയാളെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആളെ ഒന്നാമത്തെ ഫംഗ്ഷൻ, പിന്നെയുള്ള ആളെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. എന്നിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അങ്ങനല്ലേ ചെയ്യാറുള്ളത്? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഡെറിവേറ്റീവ്, അതായത് cos x ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ വെറുതെ എഴുതുക പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെയും എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? രണ്ടാമത്തെ ഡെറിവേറ്റീവ്, ഇയാളുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ പിന്നെയും പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻറ്റു ആദ്യത്തെ വെറുതെ എഴുതാം. അപ്പൊ ഇവിടെ രണ്ടാമത് പിന്നെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പിന്നെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? പ്രൊഡക്റ്റ് റൂള് 2-3 തവണക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഉള്ളിലേക്ക് ചെയ്യേണ്ടി വരും. ഇതിന് പകരം ഒരു cos 4x ഇൻറ്റു cos 5x കൂടി ഉണ്ടെങ്കിലോ, cos 4x ഇൻറ്റു cos 5x കൂടെ ഉണ്ടെങ്കിലോ, ഓക്കെ, cos 4x ഇൻറ്റു cos 5x, അതായത് 5 ടേം ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാ മാല പോലെ. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമുള്ള കാര്യം അല്ല. അപ്പോ ശ്രദ്ധിക്കുക, ഇനിയാണ് സൂത്രം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരുപാട് പേരെ പ്രൊഡക്റ്റ് ഇട്ടാ, ഒരുപാട് പേരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂള് 2 പേരൊക്കെ പ്രൊഡക്റ്റ് റൂൾ ചെയ്താൽ മതി. 3 ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷെ 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് റൂൾ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ മാറ്റാം. നമുക്കറിയാം കാര്യം, ഈ ലോഗിനെ നോക്കട്ടാ, ലോഗിനെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോഗിന്റെ ഉള്ളില് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ, ലോഗിന്റെ അകത്ത് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ലോകത്തിനെ എന്താക്കി മാറ്റും? യെസ്, അഡീഷൻ ആക്കി മാറ്റും. യെസ്, അതിനെ പ്ലസ് ആക്കി മാറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ഓർമ്മയില്ലേ? ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. ഓർമ്മയുണ്ടാ? യെസ്. അപ്പൊ നോക്കുക, ഒരുപാട് പേരുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ അവരെ ഇടിച്ചു പൊളിക്കാൻ ആരെ കൊണ്ടേ പറ്റുള്ളൂ? അവരെ ഇടിച്ചു നിരത്താൻ ലോഗിനെ കൊണ്ടേ പറ്റുള്ളൂ. ഒരുപാട് പേരെ മൾട്ടിപ്ലൈ ചെയ്ത് നടക്കുമ്പോൾ അവരെ ഇടിച്ചു പൊളിക്കാൻ ലോഗിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോഗ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ ആദ്യം ഇടിച്ചു പൊളിക്കണം, എന്നിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ 2 ഭാഗത്തും, ഒരു ഭാഗത്ത് മാത്രമായിട്ട് ലോഗ് അപ്ലൈ ചെയ്യരുത്, 2 ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ലോഗ് y ഈക്വൽ ടു ഇപ്പുറത്തും ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലോഗ് ഓഫ് എന്ത് വരും? cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. അപ്പൊ നമ്മൾ നാച്ചുറൽ ലോഗരിതാണ് വിത്ത് ബേസ് ഇ, ആ സംഭവം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ലോഗരിതം ഇവരെ ഡിഫറൻസിയേഷൻ ആയിട്ടില്ല, ലോഗരിതം ഡിഫറൻസിയേഷൻ ആയിട്ടില്ല. ലോഗ് ആദ്യം അപ്ലൈ ചെയ്തു, ലോഗിന്റെ പണി ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗിനെ വിളിച്ചു വരുത്തി ഇവരൊക്കെ ഇടിച്ചു പൊളിച്ച് കാണാം, എന്നിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ലോഗിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ലോഗ് എ ഇൻറ്റു ലോഗ് എ ബി സി. അപ്പൊ ഈ 3 പേരുടെ ഉള്ളിലേക്കും ലോഗിനെ അപ്ലൈ ചെയ്യാം. ലോഗ് cos x, ലോഗ് cos 2x ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്തായി മാറും? യെസ്, പ്ലസ് ആയി മാറും. which is equal to കുറെ എണ്ണത്തിനൊന്നും കാണില്ലടാ. ലോഗ് cos x പ്ലസ് ലോഗ് cos 2x പ്ലസ് ലോഗ് cos 3x. മനസ്സിലായോ? കിട്ടിയാ? ഇത്രല്ലോ. എല്ലാത്തിനും ലോഗ് ഇടിച്ചു പൊളിച്ച് കയറി എല്ലാവരും അഡീഷൻ ആക്കി. ഇപ്പൊ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി
പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതെല്ലാം ഓരോ ടേമുകളായി പ്ലസ് 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 ആണ്. ഇനി ഡിഫറൻഷിയേറ്റ് നോക്കിയേ, ലോഗ് വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഫുള്ള് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം ഇവിടെ നോക്കാം. ലോഗ് വൈന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് വൈയുടെ 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് അറിയാം. വൈയുടെ ഡെറിവേറ്റീവ് എഴുതാം. 1/y ഇൻറ്റു y ഡാഷ് 1/y ഇൻറ്റു y ഡാഷ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറിയാം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ലോഗിന്റെ ഉള്ളിലുള്ളത്. യെസ്, 1 ലോഗിന്റെ ഉള്ളിലുള്ളത്. യെസ്, 1 cos x. 1 cos x. വെരി ഗുഡ് 1 cos x. 1 ലോഗിന്റെ ഉള്ളിലുള്ളത് ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ്. യെസ്, മൈനസ് സൈൻ എക്സ്. ലോഗ് കഴിഞ്ഞു, കോസ് കഴിഞ്ഞു, പിന്നെ എക്സിന്റെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ലോഗിന് ചെയ്തു, കോസിന് ചെയ്തു, പിന്നെ എക്സിന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഇനി അടുത്ത ടേം ഈ പ്ലസ് നെക്സ്റ്റ് ടേം ലോഗ് കോസ് 2x ആണ്. അപ്പൊ ഏറ്റവും പുറത്ത് ലോഗിന് ചെയ്യാൻ പോണു. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ലോഗിന്റെ ഉള്ളിലുള്ളത് കോസ് 2x. 1 cos 2x. യെസ്, അത് കഴിഞ്ഞാൽ cos 2x ഡെറിവേറ്റീവ്. cos 2x ഡെറിവേറ്റീവ് എന്താ? cos 2x ഡെറിവേറ്റീവ് എന്താ? യെസ്, മൈനസ് സൈൻ 2x. ഇനി ഇൻറ്റു 2x ഡെറിവേറ്റീവ് എന്താ? 2x ഡെറിവേറ്റീവ്. യെസ്, ഇൻറ്റു 2. അതായത് ലോഗിന്റെ ചെയ്തു, കോസിന്റെ ചെയ്തു, 2x ചെയ്തു. അതാണ് ഈ 3. അതുപോലെ അപ്പുറത്ത് പ്ലസ് ലോഗ് കോസ് 3x. ആദ്യം ലോഗിന് ചെയ്യുക. അപ്പൊ 1 cos 3x ഇൻറ്റു ലോഗിനെ ചെയ്ത് കഴിഞ്ഞാൽ കോസിന് ചെയ്യുക. കോസിന്റെ അറിയാം മൈനസ് സൈൻ 3x ഇൻറ്റു 3x ഡെറിവേറ്റീവ് ചെയ്യുക 3. കഴിഞ്ഞു, ഡിഫറൻസിയേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നമുക്ക് y ഡാഷ് മാത്രമേ വേണ്ടോ. അപ്പൊ ഈ y-നെ പ്രതിയെടുത്ത് എഴുതുക. അപ്പൊ നോക്കിക്കോട്ടാ, y ഡാഷ് ഈക്വൽ ടു y ഇൻറ്റു y-നെ ഞങ്ങൾ എടുത്ത് എഴുതി. y ഡാഷ് മാത്രമേ വേണ്ട, dy/dx മാത്രമേ വേണ്ടോ. y-നെ ഞങ്ങൾ എടുത്ത് എഴുതി. വേണമെങ്കിൽ ഈ സാധനത്തിൽ നമുക്ക് മൈനസ് ടാൻ എക്സ് എഴുതാം. എഴുതിക്കൂടെ? യെസ്, വെരി ഗുഡ്. നെഗറ്റീവ് സൈൻ ബൈ കോസ് ടാൻ എക്സ്. അതുപോലെ ഇപ്പുറത്ത് നെഗറ്റീവ് 2 എടുത്ത് എഴുതി. ഇവിടെ മൈനസും ഈ 2. സൈൻ 2x ബൈ കോസ് 2x ടാൻ 2x. സൈൻ ബൈ കോസ് ടാൻ 2x എഴുതാം. ടാൻ 2x. ഓക്കെ, നെക്സ്റ്റ് മൈനസ് 3 പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ടാൻ 3x. ഇതാണ് സംഭവം. കിട്ടിയോ? ക്ലിയർ? അപ്പോ എന്ത് മനസ്സിലാക്കി? ശ്രദ്ധിക്കുക. ലോഗിന് ഇത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. അതായത് ലോഗിനെ വിളിച്ച് ലോഗിന്റെ സഹായത്തോടെ ആ സംഭവത്തിനെ ഒന്ന് ഭംഗിയാക്കും. അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പത്തിലാക്കി മാറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എപ്പോഴൊക്കെയാണ് ടീച്ചറെ ഈ ലോഗിനെ വിളിക്കേണ്ടത്? അതാണ് സംശയങ്ങൾ. എപ്പോഴൊക്കെയാണ് ലോഗിന്റെ ആവശ്യം വരിക? എപ്പോഴൊക്കെയാണ് ലോഗിന് നമുക്ക് ആവശ്യം വരുന്നത്? അപ്പൊ ഒന്നാമത്തെ സന്ദർഭം ഇതാണ്. എന്താണ്? ഒരുപാട് പേര് പ്രൊഡക്റ്റ്, 2ൽ കൂടുതൽ പേര്, 3 പേരൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? 2ൽ കൂടുതൽ ആൾക്കാരുടെ പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് എഴുതുക? 2ൽ കൂടുതൽ പേരെ പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ യെസ്, അവിടെ ലോഗ് അപ്ലൈ ചെയ്യുക. ഈ പ്രൊഡക്റ്റ് വരുമ്പോൾ പ്രൊഡക്റ്റിനെ പൊട്ടിച്ച് അഡീഷൻ ആക്കി മാറ്റാൻ പറ്റിയ ആർക്കാ? ലോഗിനാണ്. അതുപോലെ ഡിവിഷനൊക്കെ വരുമ്പോ, വലിയ ഡിവിഷനൊക്കെ വരുമ്പോ, ഓക്കെ, വലിയ ഡിവിഷൻ വരുമ്പോഴും ഭയങ്കര അലമ്പായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പ്രോബ്ലം കാണിച്ചു തരാം. വരുമ്പോ പിന്നെ പവർ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ പവർ വരുമ്പോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? ടീച്ചർ അത് മാറ്റിയാണ് കേട്ടോ. ഇത് മാറ്റിയാണേ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതൊന്നും ഞാൻ ചെയ്യണില്ല, കാരണം ഇജാതി ചോദ്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നതാണ് 5 ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നത് വേറെ കേട്ടോ. ഇതിൽ പെടില്ലേ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോണേ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയാം. യെസ്, ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യണം. ലോഗ് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുൻപ് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സാധനത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ റൂട്ടിനെ എന്ത് പവർ എഴുതാറുള്ളത്? റൂട്ടിനെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഹോൾ റൈസ് ടു ഹാഫ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഈ ചോദ്യത്തിന് തന്നെ ചെയ്യാൻ കേട്ടോ. ഇതിന് ഞാൻ ഈ ചോദ്യത്തിന് ഞാൻ ഒന്ന് മാറ്റി എന്താക്കി പോവാണ്?
യെസ്, ഇതിനെ ഹോൾ റേസ് ടു ഹാഫ്. ഞാനിതിനെ ഹോൾ റേസ് ടു ഹാഫ് ആക്കാണ്. കുഴപ്പമില്ലല്ലോ, ഞാനിതിനെ ഹോൾ റേസ് ടു ഹാഫ് ആക്കാണ്. കുഴപ്പമൊന്നും ഇല്ല. ഹോൾ റേസ് ടു ഹാഫ് ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? നമുക്കറിയാം ഈ ലോഗിന് പവറിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഭൂമിയിലേക്ക് ഇറങ്ങും. അപ്പൊ ലോഗിനെ കൊണ്ട് നല്ല സിമ്പിളാ ആ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ ഡിവിഷൻ അതിനുള്ള പ്രൊഡക്റ്റ് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പൊ ലോഗിനെ വിളിക്കണം. ഇവരെ ഇടിച്ച് നടത്തണമെങ്കിൽ ലോഗിനെ വേണം. അപ്പൊ രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ലോഗ് കയറി കുറച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് ഭംഗിയായി കിട്ടും. നമുക്ക് എളുപ്പത്തിലായി കിട്ടും. നമുക്ക് ഈ സംഭവം ഒന്ന് ഇടിച്ച് നിരത്തി നല്ല ഭംഗിയാക്കി തരും. ആര്? ലോഗ്. അതിനാണ് നമ്മൾ ഈ ലോഗിനെ വിളിക്കുന്നത് കേട്ടോ. ദൈവത്തിനെ വിളിക്കുന്നതാണ് ലോഗിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം പിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങും? ലോഗ്. ആദ്യം പിടിച്ച് ഭൂമിയിലേക്ക് ആ പവറുള്ള 1/2 മോൻ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറക്കി. അവരെ പിടിച്ച് താഴത്തേക്ക് ഇറക്കി. നെക്സ്റ്റ് ലോഗ് നോക്കുമ്പോൾ പിന്നെ ലോഗ് x-1 into x-2 divided by x-3 into x-4 into x-5. അപ്പൊ ലോഗ് നോക്കുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് എന്താ? ലോഗ് a by b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് b. ലോഗ് ന്യൂമറേറ്റർ മൈനസ് ലോഗ് ഡിനോമിനേറ്റർ. അങ്ങനെയാണ്. ലോഗ് ന്യൂമറേറ്റർ മൈനസ് ലോഗ് ഡിനോമിനേറ്റർ ആണ്. അപ്പൊ അത് എഴുതാൻ പോണേ ലോഗ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോ x-1 into x-2 മൈനസ് ലോഗ് ഡിനോമിനേറ്റർ x-3 into x-4 into x-5. ഈ സാധനങ്ങൾക്ക് അറിയാവുന്നതാണ്, അറിയില്ലേ? ഈ സംഭവങ്ങൾക്ക് അറിയാവുന്നതാണ്, അറിയില്ലേ? ലോഗ് a by b എന്ന് പറഞ്ഞാൽ ലോഗ് a മൈനസ് ലോഗ് ബി. ലോഗ് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഡിവിഷന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതെന്തായി മാറും? സബ്ട്രാക്ഷൻ ആയി മാറും. ഇനി നോക്കുക, ആദ്യത്തെ ലോഗിനുള്ള പ്രൊഡക്റ്റ് അല്ല എടുക്കുന്നത്. ആദ്യത്തെ ലോഗിനുള്ള x-1 into x-2. യെസ്, അതെന്തായി മാറും? പ്ലസ് ആയി മാറും. അവിടെ ലോഗ് ഉള്ളിൽ കയറും. അപ്പൊ 1/2 into ലോഗ് x-1 പ്ലസ് ലോഗ് x-2 മൈനസ് ഇവിടെയും എന്താ? ഇതൊക്കെ ലോഗ് x-3 into ലോഗ് x-4 into ലോഗ് x-5. അവിടെയും എന്ത് ചെയ്യുന്നു? ഉള്ളിൽ കയറുന്നു. അപ്പൊ മൈനസ് ബ്രാക്കറ്റഡ് ആണ്, ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ലോഗ് x-3 പ്ലസ് ലോഗ് x-4 പ്ലസ് ലോഗ് x-5. ഇതാണ് സംഭവം. മനസ്സിലാവണില്ലേ? കുറെ പേരൊന്നും ഒന്നും മിണ്ടില്ലേ, അതുകൊണ്ടാ ചോദിക്കണേ മനസ്സിലാവില്ലേന്ന്. യെസ്, ക്ലിയർ ആണ്. അപ്പൊ നോക്കട്ടോ, ഈ മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോ ഈ ടൈം ഒക്കെ മൈനസ് ആവില്ലേ? അപ്പൊ ഞാൻ ആ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കണേ. അപ്പൊ മൈനസ് ആയി, ഇതും മൈനസ് ആയി. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? എല്ലാം ഓരോ ടേം ആയില്ലേ? ലോഗ് x-1 പ്ലസ് ലോഗ് x-2 മൈനസ് ലോഗ് x-3 മൈനസ് ലോഗ് x-4 മൈനസ് ലോഗ് x-5. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? എല്ലാം ഒറ്റ ടേമുകളായില്ലേ? എല്ലാം ഒറ്റ. ഇനി പഴയ പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അവിടെ ലോഗ് y ഉണ്ട്, ഞാനത് എഴുതുന്നില്ല. ലോഗ് y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y into y ഡാഷ്. ലോഗ് y ന്റെ ഡെറിവേറ്റീവ് 1/y into y ഡാഷ്. പിന്നെ ഇവിടെ ഓരോരുത്തരും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ലോഗ് എന്തിനാണ് ഇവിടെ? ലോഗ് ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് ഈ ഡിവിഷൻ വല്ലാണ്ട് ബൈ, അതുപോലെ പ്രൊഡക്റ്റ്, ഒരുപാട് പേരുടെ പ്രൊഡക്റ്റ് വരിക, പിന്നെ ഹോൾ പവർ ഒക്കെ വരുമ്പോൾ അവരൊക്കെ ഇടിച്ചു നിരത്താനാണ് ആര് വരിക? ലോഗ് വരിക കേട്ടോ. അപ്പൊ ലോഗിനെ വിളിക്കുന്നു, ലോഗിന്റെ സഹായത്തിനോട് വിളിക്കുന്നു. ദൈവത്തിനെ പോലെ കണ്ട് ലോഗിനെ വിളിക്കുക. അപ്പൊ ലോഗ് വരുന്നു, ലോഗിന്റെ പണി ചെയ്യുന്നു, ഒക്കെ ഇടിച്ച് പരത്തി ഇടുന്നു. പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. മനസ്സിലായോ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ലോഗിന്റെ കാര്യം. ഇനി അടുത്ത റൈറ്റ് ഉണ്ട്. അടുത്ത ഐറ്റമാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സംഭവമാണ്. അതാണ് ഒന്നാമത്തെ ചോദ്യമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ചോദ്യം വായിച്ചോളൂ. y equal to x raised to sin x plus sin x raised to cos x, then find dy by dx. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഞാൻ ചോദിക്കട്ടെ മക്കളെ, x raised to n ന്റെ ഡെറിവേറ്റീവ് എന്താ? x raised to n ന്റെ ഡെറിവേറ്റീവ് അറിയാലോ? അതറിയാലോ? x raised to n ന്റെ ഡെറിവേറ്റീവ് യെസ്, n into x raised to n minus 1. n into x raised to n minus 1 ആദ്യം പഠിച്ചത്. അതുപോലെ a raised to x ന്റെ ഡെറിവേറ്റീവ് അറിയാലോ? a raised to x ന്റെ ഡെറിവേറ്റീവ് അറിയാലോ? a raised to x ന്റെ ഡെറിവേറ്റീവ് യെസ്, a raised to x log a, a raised to x log a. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്.
അല്ലെ? നിങ്ങൾ ആദ്യത്തെ കേസ് നോക്കിയേ, എക്സ് റേസ് ടു എൻ. അതിലത്തെ ബേസ് എന്ന് പറയുന്നത് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, ബേസ് എക്സിന്റെ ഫംഗ്ഷനാണ്. പവർ കോൺസ്റ്റന്റ് അല്ലേ? പവർ കോൺസ്റ്റന്റ് അല്ലേ? അതെ, ബേസ് എക്സിന്റെ ഫംഗ്ഷനും പവർ കോൺസ്റ്റന്റും. അടുത്തത് നോക്കിയേ, രണ്ടാമത്തേത് നോക്കിയേ, ബേസ് എന്താ? ബേസ് എന്താ? ബേസ് 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 കോൺസ്റ്റന്റാ, പവറോ? പവറോ? ബേസ് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, പവർ എന്ന് പറയുന്നത് എസ് ഫംഗ്ഷൻ ആണ്, എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്നുകിൽ ബേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പവർ ബേസ് കോൺസ്റ്റന്റ് പവറിൽ എക്സിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ പവർ എന്താണ് കോൺസ്റ്റന്റ് ബേസ് എക്സിന്റെ ഒരു ഫംഗ്ഷൻ, അങ്ങനെ ആയിരിക്കും വരിക. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരാൾ ഫംഗ്ഷനും ഒരാൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ നോക്കി രണ്ട് ടേം ഉണ്ട്. അല്ല, ആദ്യത്തെ ടേം നോക്കി എക്സ് റേസ് ടു സൈൻ എക്സ്. ഏതാണ്? എക്സ് റേസ് ടു സൈൻ എക്സ്. താഴെയും ബേസിലും പവറിലും ആരാണത്? രണ്ടും ഫംഗ്ഷൻ ആണ്. യെസ്, രണ്ടും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അതുപോലെ അടുത്ത ടേം സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. മുകളിലും താഴെയും തന്നെയാണ്, ബേസിലും പവർ എഗെയിൻ ഫംഗ്ഷൻ ആണ്. രണ്ടും ഫംഗ്ഷൻ ആവുമ്പോ, മുകളിലും താഴെയും ഫംഗ്ഷൻ ആവുമ്പോ നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? യെസ്, നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? നമ്മള് ഇക്വേഷൻ പഠിച്ചിട്ടില്ല. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടില്ല. എന്നാ പിന്നെ ഇയാൾ മുകളിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ല, അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം, മുകളിൽ ഒരാൾ കയറിയിരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരേ ഒരാൾക്ക് അയാൾ ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അതാരാ? യെസ്, ലോകാണ്. ഒരാള് മേലെ കയറിയിരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ ഇയാളെ കീഴ്പെട്ടേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് യെസ്, ലോകിന് മാത്രമേ ഇയാളെ താഴത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ചെയ്യുന്നു, രണ്ട് ഭാഗത്ത് ലോഗ് കൊടുക്കുക. അതല്ലേ ചെയ്യാറുള്ളത്? യെസ്, രണ്ട് ഭാഗത്ത് ലോഗ്. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ലോഗ് y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ലോഗിനെ വിളിച്ചത് തന്നെ ഇവിടത്തെ ഈ മുകളിലുള്ള ആൾക്കാരെ ഭൂമിയിലേക്ക് ഇറക്കാനാ. പക്ഷെ മക്കൾ നല്ലോണം ഒന്ന് നോക്കിയേ, ഈ നടുവിലുള്ള എന്താ? സെൻട്രലുള്ള സൈൻ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണോ അത്? പ്ലസ്. പ്ലസിന്റെ ഉള്ളിക്ക് ലോഗിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്ലസിന്റെ അധികം കടക്കാൻ പറ്റുമോ? ഇല്ല. അപ്ലൈ ചെയ്തിപ്പോ എന്തായി? ശശിയില്ലേ? വെറും ശശിയല്ല, റോക്ക് ശശി. അപ്പൊ എന്ത് ചെയ്യണം? ഡയറക്റ്റ് കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. യെസ്, ഡയറക്റ്റ് കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. നോക്കുക, രണ്ട് സൈഡിലും ഓരോ ടൈമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് മൈനസ്, ഈ പ്ലസിന് മൈനസിന് ലോഗിന് ഭയങ്കര പേടിയാ. പ്ലസിന്റെ മൈനസിന്റെ ഉള്ളിലേക്ക് എന്തിനായിട്ട് ആർക്ക് കയറി ചെല്ലാൻ പറ്റില്ല? ലോഗിന് കയറി ചെല്ലാൻ പറ്റില്ല. അഡീഷന്റെയും സബ്ട്രാക്ഷന്റെ അകത്തേക്ക് ലോഗിന് കയറി ചെല്ലാൻ പറ്റില്ല. ലോഗിന് അത് പറ്റില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ അഡീഷൻ ഒക്കെ കിടക്കുമ്പോ നേരെ ലോഗ് അപ്ലൈ ചെയ്ത ഒരു കാര്യമാണ്, ലോഗിന് കയ്യും കെട്ടി നിൽക്കാൻ പറ്റുള്ളൂ. ലോഗിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോഗിന് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക, ഞാൻ അതിനുവേണ്ടി തന്നെ നിങ്ങൾക്ക് കാണിച്ചത്. എല്ലാവരും ഓടിച്ചത് ലോഗ് ആദ്യം അപ്ലൈ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ആദ്യത്തെ ഫംഗ്ഷന് യുന്നോ പീന്ന് എന്നെ വിളിക്കും. യു എന്ന് വിളിക്കാം. അതെ, യു എന്ന് വിളിച്ചാ പോരെ? യു എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഫംഗ്ഷൻ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? വി. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുവാണേ. ശ്രദ്ധിക്കുക. y ഈക്വൽ ടു യു പ്ലസ് വി. y ഈക്വൽ ടു യു പ്ലസ് വി. അതിൽ u എന്ന് പറയുന്നത് എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. v എന്ന് പറയുന്നത് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. അപ്പൊ യുവും വിയും കോൺസ്റ്റന്റ്സ് ആണോ മക്കളെ? യുവും വിയും രണ്ട് കോൺസ്റ്റന്റ് ആണോ? അല്ല. അവരെന്താണ്? അവർ ഫംഗ്ഷൻസ് ആണ്. ഏത് വാരിയബിൾ വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്? യെസ്, എക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് യുവും വിയും. എക്സ് കൊണ്ട് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ യുനെയും വിനെയും നമുക്ക് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? യുനെയും വിനെയും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ നോക്കാട്ടാ. അപ്പൊ y എന്ന് പറയുന്നത് യു പ്ലസ് വി. യുവും വിയും എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ യു പ്ലസ് വിയും എക്സിന്റെ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് y എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് dy by dx ആണ്. അപ്പൊ dy by dx ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ dy by dx അല്ലെങ്കിൽ dy by dx ആണോ? ഓക്കെ, സോറി. ഇവിടെ കുറച്ച് എന്താ വെയിറ്റ്.
യെസ്. ആ നോക്കുക. അപ്പോ ഇവിടെ dy by dx which is equal to ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് du by dx പ്ലസ് dv by dx എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെ എഴുതിക്കൂടെ? കുഴപ്പമൊന്നുമില്ല. ടീച്ചർ ഈ dy by dx എന്ന് പറയുമ്പോൾ y dash u dash v dash എഴുതട്ടെ? മടിയാ, വേറെ ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് മടി. എനിക്കൊന്നും വയ്യത് എഴുതിയൊക്കെ. ഇതിനാണ് y dash എന്ന് വിളിക്കുന്നത്. അതായത് u dash പ്ലസ് v dash ഇങ്ങനെ എഴുതിക്കൂടെ? y dash equal to u dash plus v dash. അതായത് du by dx നാണ് u dash എന്ന് വിളിക്കുന്നത്. അത്രേ ഉള്ളൂ. y dash എന്ന് പറഞ്ഞാൽ dy by dx, v dash എന്ന് പറഞ്ഞാൽ dv by dx. എനിക്ക് ഈ dv by dx അങ്ങനെ എല്ലായിടത്തും എഴുതി വലിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ മടി കാരണം എന്റെ പരിപൂർണമായ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അതിനെ v dash u dash y dash എന്ന് വിളിക്കുകയാണ് എളുപ്പത്തിന്. കേട്ടോ, എനിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ്. നിങ്ങളും അത് തന്നെ ചെയ്തോളൂ എന്നാണ് ഞാനും പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല മടിയന്മാരും മടിച്ചിലുമായിട്ട് മാറുക. ഓക്കെ, എക്സാമിൽ എഴുതാൻ പറ്റും തീർച്ചയായിട്ടും. വൈ നോട്ട്? എക്സാമിൽ എഴുതാൻ പറ്റും. ഇതെന്താണ്? ഇത് നമുക്ക് അംഗീകരിച്ചുള്ള നൊട്ടേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ, y dash എന്ന് വിളിക്കാം, u dash എന്ന് വിളിക്കാം, v dash എന്ന് വിളിക്കാം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എക്സാമിൽ എഴുതാട്ടോ, എക്സാമിൽ എഴുതാം. ഓക്കെ, അപ്പൊ dy by dx ഒക്കെ എല്ലായിടത്തും എഴുതി സമയം കളയണം. അപ്പൊ ഓക്കെ, അപ്പൊ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അതായത് dy by dx കാണുന്ന പറഞ്ഞാൽ u dash പ്ലസ് v dash ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇത് അപ്ലൈ ചെയ്താൽ മതി. അതിന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം u dash കണ്ടുപിടിക്കണം, v dash കണ്ടുപിടിക്കണം. സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. u dash കണ്ടുപിടിക്കണം, v dash കണ്ടുപിടിക്കണം. കിട്ടിയോ? y dash കാണണമെങ്കിൽ u dash പ്ലസ് v dash ആണ്. അപ്പൊ u v ഉണ്ട്, u dash കാണണം, v dash കാണണം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണം കേട്ടോ. തുടങ്ങാൻ പോവാണെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ തുടങ്ങാൻ പോവാണ്, ശ്രദ്ധിച്ച് ഇരിക്കുക. യെസ്. ആദ്യം u dash ആണ്. അപ്പൊ u കാണാൻ പോകണ്ട, u എഴുതുവാണേ. u എന്ന് പറഞ്ഞാൽ x raised to sin x. അപ്പൊ u നോക്കുമ്പോ യെസ്, താഴെയും ബേസും പവറിലും മുകളിലും താഴെ ഒക്കെ ആരാണ്? എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ബേസും പവറും ഒക്കെ എക്സിന്റെ ഫംഗ്ഷൻസാ അല്ലെ? ഒറ്റ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളെ ഭൂമിയിലേക്ക് ഇറക്കാണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. മുകളിൽ നിൽക്കുന്ന ആള് അങ്ങനെ നിന്നും ശരിയാവില്ല. അതിന് ഭൂമിയിലേക്ക് ഇറക്കണം. ഭൂമിയിലേക്ക് ഇറക്കണമെങ്കിൽ യെസ്, നമ്മൾ ആരെ വിളിക്കുന്നു? ലോഗിനെ മുട്ടിപ്പായി വിളിക്കുക. അപ്പൊ രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കട്ടോ, രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുക. ലോഗ് u ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും? ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്തു. ഇനി ലോഗ് അപ്ലൈ ചെയ്ത ഉടനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യം ലോഗിന്റെ പണി ചെയ്യാൻ വിടുക. ലോഗ് എന്ത് ചെയ്യും? ആരെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കും? ഇവിടെ ലോഗിന് വലിയ പണിയില്ല, ഇപ്പുറത്താണ് പണിയുള്ളത്. യെസ്, സൈൻ എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നു. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ ഇപ്പുറത്ത് ലോഗ് യു. ഓക്കെ, അപ്പോ അലമ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി, അപകടങ്ങളൊക്കെ ഒഴിവാക്കി ഇല്ലേ? അപകടങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കി, സെറ്റാണ്. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിനായി. ഓക്കെ അല്ലേ? പറഞ്ഞു 1/u യുടെ ഡെറിവേറ്റീവ് എന്താ? സോറി, log u യുടെ ഡെറിവേറ്റീവ് എന്താ? യെസ്, 1/u. കൂടെ എന്ത് എഴുതണം? 1/u. കൂടെ എന്ത് എഴുതണം? u dash. u എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് u dash ഈക്വൽ ടു ഇപ്പുറത്ത് sin x ഇൻറ്റു log x. എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? യെസ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ sin x, സെക്കൻഡ് ഫംഗ്ഷൻ log x. പറഞ്ഞോ, ഒന്നാമത്തേന്റെ ഡെറിവേറ്റീവ് അതായത് sin x ന്റെ ഡെറിവേറ്റീവ് ആരാണ്? യെസ്, cos x ഇൻറ്റു log x നെ വെറുതെ എഴുതുക. പ്ലസ് രണ്ടാമത്തേന്റെ ഡെറിവേറ്റീവ് log x ന്റെ ഡെറിവേറ്റീവ് യെസ് 1/x ഇൻറ്റു ആരെ വെറുതെ എഴുതുക? sin x നെ അവിടെ വെറുതെ എഴുതുക. cos x അല്ല, രണ്ടാമത്തേന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ആദ്യത്തെ ആളെ വെറുതെ എഴുതുക. ഓക്കെ, sin x നെ അവിടെ വെറുതെ എഴുതുക. ഒന്നും ചെയ്യണ്ട. ഒന്നാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ടാമത്തെ വെറുതെ എഴുതുക. പ്ലസ് രണ്ടാമത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്നാമത്തെ വെറുതെ എഴുതുക. വേറൊന്നും ചെയ്യണം. കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് u dash മാത്രമേ വേണ്ടോ. u dash ഈക്വൽ ടു ഈ യുവിനെ പ്രതി കൊണ്ടുവരിക. അപ്പൊ u ഇൻറ്റു ഇത് എന്ത് വരും? cos x log x പ്ലസ് ഇവിടെ 1 ഇൻറ്റു sin x ഡിവൈഡ് ബൈ x. ഇതല്ലേ സംഭവം? sin x ഡിവൈഡ് ബൈ x. ഇതല്ലേ സംഭവം? നമുക്ക് എല്ലാം എക്സിന്റെ ടേമിൽ എടുക്കുന്നതാണ് ഭംഗി.
നമുക്ക് എല്ലാം എക്സിന്റെ ടേമിൽ എടുക്കുന്ന തുടങ്ങി. ഇവിടെ ഒരു യു എടുക്കുന്നുണ്ടോ? ഇവിടെ ഒരു യു എടുക്കുന്ന കണ്ടില്ലേ? യു 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 യു. യെസ്. അപ്പൊ ആ യുവിന് പകരം നമ്മുടെ യു കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് റേസ് ടു സൈൻ എക്സ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ സംഭവം ഇങ്ങനെ വരും. എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു യുവിന് പകരം എന്തായിരുന്നു യു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അയാൾ കൊണ്ടുപോയി എഴുതി. എക്സ് റേസ് ടു സൈൻ എക്സ് എന്ത് വരുന്നു? കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ്. ഇതാണ് യു ഡാഷ്. യെസ്. ആദ്യത്തെ ചേരുവ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് യു ഡാഷും വേണമായിരുന്നു, വി ഡാഷും വേണമായിരുന്നു. അതിന് യു ഡാഷ് തയ്യാറായി. കിട്ടിയില്ലേ? യു ഡാഷ് കിട്ടിയില്ലേ? യെസ്. അപ്പൊ അത് ഇക്വേഷൻ നമ്പർ അടച്ചോട്ടോ. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ആവശ്യമായി. ഇക്വേഷൻ നമ്പർ 2 ആവശ്യമുള്ളത് നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി അടുത്ത് യു ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ എസ് വി ഡാഷ് ആണ് വേണ്ടത്. യു ഡാഷ് കിട്ടിയ സ്ഥിതിക്ക് വി ഡാഷ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വേണ്ടത് വി ഡാഷ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം വിനെ കൺസിഡർ ചെയ്യാണ്. വി ഈക്വൽ ടു എന്താണ്? സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. വി ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. അവിടെ മുകളിലും താഴെയും എക്സിന്റെ ഫംഗ്ഷനാ. അതിന് ആദ്യം ഇടിച്ച് നിരപ്പാക്കണം. ഇടിച്ച് നിരപ്പാക്കണമെങ്കിൽ ആരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? യെസ്, ലോഗിനെ വിളിക്കണം. ആ ജസ്റ്റോ ഒക്കെ മരിച്ചടാ. ജസ്റ്റോ, നിനക്ക് ഞാൻ നല്ലൊരു മുല്ലപ്പൂ മുട്ടുള്ള റീത്ത് ഞാൻ പറഞ്ഞുതരാം. എന്ത് വിടണം? എന്ത് വിടണം? അയ്യോ, എന്ത് വിടണം മക്കളെ? യെസ്, ലോഗിനെ പറഞ്ഞു വിടണം. ജസ്റ്റോ, നീ പോയി അവിടുന്ന്. പോയി അത് ചായ കുടിക്കാൻ പോയി. ജസ്റ്റ് പോയി അത് ചായ കുടിക്കാൻ പോയി. അത് എഴുന്നേറ്റിട്ട് ചായ കുടിക്കാൻ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇടുക. അപ്പോ വി ഈക്വൽ ടു അവിടെ ഉണ്ട് ഭാഗ്യം. മിസ് ഭയങ്കര സ്റ്റക്കാ. മതി, സന്തോഷമായി, മതി. നീ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ റീത്ത് ക്യാൻസൽ ചെയ്യാം. വി ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. വി ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. അപ്പൊ മുകളിൽ ആരുണ്ട്? മുകളിൽ ഒരു കോസ് എക്സ് ഉണ്ട്. ആ മുകളിലുള്ള കോസ് എക്സിനെ ഇറക്കണമെങ്കിൽ ലോഗിനെ വിളിക്കുന്നു. ലോഗ് നമ്മള് നാച്ചുറൽ ലോഗരിതം കേട്ടോ. ബേസ് ഒന്നും ചേർക്കുന്നില്ല. എന്റെ അടുത്ത് നാച്ചുറൽ ലോഗരിതാണ് കേട്ടോ. ബേസ് ഇല്ലല്ലോ, അപ്പൊ അവിടെ നാച്ചുറൽ ലോഗരിതാണ്. ആരോട് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ ആരാണ് ഇറക്കാണ്? അപ്പൊ നോക്കിക്കോ, രണ്ട് ഭാഗത്ത് ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് വി ഈക്വൽ ടു ലോഗ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാറായോ? ഇല്ല. ലോഗ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ലോഗിന്റെ പണി കഴിക്കട്ടെ. ഇയാളെ ഭൂമിയിലേക്ക് ഇറക്കാനല്ലേ നമ്മൾ ലോഗിനെ കൊടുത്തത്. യെസ്. അപ്പൊ ഭൂമിയിലേക്ക് ഇറക്കാണ് കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇതാണ് ലോഗ് വി. യെസ്. ഇപ്പോ അലമ്പൊക്കെ മാറിയില്ലേ? സിമ്പിൾ ആയില്ലേ? ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. തുടങ്ങിക്കോ. ലോഗ് വിന്റെ ഡെറിവേറ്റീവ് എന്താ? യെസ്, 1/v. കൂടെ എന്ത് എഴുതണം? 1/v. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/v. ഇനി വിന്റെ ഡെറിവേറ്റീവ് v ഡാഷ് ഇൻറ്റു v ഡാഷ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഗംഭീരം. കോസ് എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. പ്രൊഡക്റ്റ് കൂടി യൂസ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ കോസ് എക്സ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ്. പറഞ്ഞോ, ആദ്യത്തെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, നെഗറ്റീവ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സിനെ വെറുതെ എഴുതുക. ഇൻറ്റു ലോഗ് സൈൻ എക്സിനെ വെറുതെ എഴുതി പ്ലസ് ഞാൻ താഴെ എഴുതുന്നു കേട്ടോ. പ്ലസ്. ഇനി ആരുടെ ഡെറിവേറ്റീവ് വേണ്ട, പുറത്ത് എഴുതാം. പ്ലസ്. ഇനി ലോഗ് സൈൻ എക്സ്, അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ലോഗ് സൈൻ എക്സ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ലോഗിന്റെ ഡെറിവേറ്റീവ് യെസ് 1/sin x ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇൻറ്റു ഒരാൾ വെറുതെ എഴുതണ്ടല്ലോ. ഇൻറ്റു ഒരു കോസ് എക്സ് വെറുതെ ഉണ്ട്. ഇൻറ്റു ഒരു കോസ് എക്സ് ആണ് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇൻറ്റു കോസ് എക്സ്. ക്ലിയർ അല്ലേ? യെസ്. വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. ഈ ഒരു ഇവരെ ചേർത്ത് എന്തായാലും നമുക്ക് വേണമെങ്കിൽ യെസ് കോസ് ബൈ സൈൻ കോട്ടെക്സ് ആണ്. അല്ലെങ്കിൽ കോസ് സ്ക്വയർ ബൈ സൈൻ എന്നോ. അതിപ്പോ നിങ്ങളുടെ മനോധർമ്മം എന്താ വെച്ചാൽ എഴുതാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഭംഗിയിൽ എഴുതുവാണേ. വി ഡാഷ് മാത്രം മതി. വി ഡാഷ് ഈക്വൽ ടു വി ഇൻറ്റു അങ്ങനെ വരിക.
വി ഇൻറ്റു എന്ത് വരുന്നു, നെഗറ്റീവ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്, പിന്നെ പ്ലസ് ഇത് കോട്ടെക്സ് ഇൻറ്റു കോസ് എക്സ്, അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ എക്സ് എങ്ങനെയാണെങ്കിലും എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ വീനെ മാറ്റണ്ടേ, വീനെ മാറ്റിട്ട് എക്സിന്റെ ഫംഗ്ഷൻ ആക്കി എഴുതണ്ടേ, അതല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി. വീനെ മാറ്റി നമ്മൾ എക്സിന്റെ ഫംഗ്ഷൻ, വി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു, പിന്നെ നമുക്ക് അതുപോലെ തന്നെ മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് പ്ലസ് കോട്ടെക്സ് ഇൻറ്റു കോസ് എക്സ്. വി ഡാഷ് ആയില്ലേ, വി ഡാഷ് കിട്ടിയില്ലേ? യെസ്, വി ഡാഷ് കിട്ടി. അപ്പൊ അത് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3. അതായത് നമുക്ക് വേണ്ട രണ്ടുമായി ഏതാ, യു ഡാഷും കിട്ടി വി ഡാഷും കിട്ടി. അപ്പൊ വൈ ഡാഷ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വൈ ഡാഷ് കാണണമെങ്കിൽ യു ഡാഷ് പ്ലസ് വി ഡാഷ് മതി അല്ലേ, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ 2ഉം 3ഉം കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യാ, 1 കൊണ്ടുപോയി അപ്ലൈ ചെയ്യാം. അതന്നെ. അപ്പൊ ഞാൻ ഇവിടെ താഴെ എഴുതണം, മുകളിൽ എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 3 in 1. 1ല് 2ഉം 3ഉം കൊണ്ടുപോയി അപ്ലൈ ചെയ്യാം. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ y ഡാഷ് ഈക്വൽ ടു യു ഡാഷിന്റെ പൊസിഷനിൽ യു ഡാഷിന് എഴുതി വെക്കുക. എന്താണ് യു ഡാഷ് കിട്ടിയത്, ഈ സാധനം അവിടെ കൊണ്ടുപോയി എഴുതി വെക്കാൻ വേണ്ട, വേറെ ചടങ്ങുകളൊന്നും ഇല്ല. ഇത് അത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് അവിടെ കൊണ്ടുപോയി എഴുതുക എന്താണ് എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ്. അത് അതുപോലെ പകർത്തട്ടാ, കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ്. ഇതാണ് യു ഡാഷ്. യു ഡാഷ് അവിടെ കൊണ്ട് എഴുതി. പ്ലസ് വി ഡാഷ്, പ്ലസ് അവിടെ എഴുതാൻ സ്ഥലത്തോട് താഴെ എഴുതാണ് പ്ലസ് വി ഡാഷ് എന്ന് പറയുമ്പോൾ പിടിച്ചോ, വി ഡാഷ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പകർത്തുക, വേറെ ചടങ്ങുകളൊന്നും ഇല്ല. പ്ലസ് വി ഡാഷ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ്. കഴിഞ്ഞു. 4 മാർക്കാ, 4 മാർക്കാണ്. മനസ്സിലായോ? യെസ്, ക്വസ്റ്റ്യൻ കണ്ടില്ലേ? y ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. എന്തിനെ വിളിച്ച് ചെയ്യേണ്ടി വരും? പവറിൽ ബേസും പവർ ഒക്കെ എക്സിന്റെ ഫംഗ്ഷനാ. ലോഗിനെ വിളിക്കണം. ഡയറക്റ്റ് ലോഗിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പ്ലസ്സാ, ഇപ്പുറത്തെ ലോഗിനെ വിളിച്ചാൽ ലോഗിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈ കിട്ടി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. യു വി എന്ന് വിളിക്കുക, രണ്ടുപേരും യു വി എന്ന് വിളിക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രല്ലേ വേണ്ടോ? അപ്പൊ തുടങ്ങുകയാണേ. അപ്പൊ ലെറ്റ് യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്, വി ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. u equal to log x raised to x, v equal to x raised to x cos x. Okay അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? y equal to u plus v. യും വിയും വെറും കോൺസ്റ്റന്റ് ഒന്നും അല്ല, അവരെന്താണ്? യും വിയും കോൺസ്റ്റന്റ് ഒന്നും അല്ല, യും വിയും എന്താണ്? എക്സിന്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോ y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് ഈക്വൽ ടു യു ഡാഷ് പ്ലസ് വി ഡാഷ് ആണ്. y ഡാഷ് ഈക്വൽ ടു യു ഡാഷ് പ്ലസ് വി ഡാഷ്, അതായത് dy ബൈ dx പറഞ്ഞാൽ du ബൈ dx പ്ലസ് dv ബൈ dx ആണ്. സംശയമൊന്നുമില്ലല്ലോ? യെസ്. അപ്പൊ ഇതിലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കണം? y ഡാഷ് കാണണമെങ്കിൽ യു ഡാഷും കാണണം, വി ഡാഷും കാണണം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ആരെ കണ്ടുപിടിക്കാം? യെസ്, യു ഡാഷ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ യു ഡാഷിന് വേണ്ടിട്ട് യു എടുക്കണേ. യു ആരാണ്? യു എന്ന് പറയുന്നത് ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ്. യെസ്, ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ്. തുടങ്ങിക്കോ. ആരെ വിളിക്കണം ആദ്യം? ഇവിടെ ഓൾറെഡി ഒരു ലോഗ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലോഗിന്റെ മുകളിലാണ് എക്സ്. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ലോഗിന്റെ മുകളിലുള്ള എക്സ്. ലോഗിന്റെ മുകളിൽ എക്സിനെ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇയാൾ ഇറക്കണമെങ്കിൽ വേറെ ലോഗിനെ വിളിക്കണം കേട്ടോ. ഇവിടെ ഓൾറെഡി ലോഗ് ഉണ്ട്, അയാളുടെ മുകളിൽ എക്സ്. കുറുന്തോട്ടിക്കും പാതാ ലോഗിന്റെ മുകളിലാണ് എക്സ്. അപ്പോ ഈ ലോഗിന്റെ ഉള്ളിലുള്ള ആളുടെ പവറിനെ കൊല്ലാൻ മാത്രമേ ലോഗിന് പറ്റുള്ളൂ കേട്ടോ. ലോഗിന്റെ അകത്തുള്ള ആളുടെ പവറിനെ ഭൂമിക്ക് ഇറക്കാനേ ലോഗിന് പറ്റുള്ളൂ. ഇതിപ്പോ ഈ ലോഗിന്റെ മുകളിലാണ് നിർത്തിക്കണേ ആര്? എക്സ്. അപ്പോ ഈ എക്സിനെ ഭൂമിക്ക് ഇറക്കണമെങ്കിൽ വേറെ ലോഗിനെ വിളിക്കുക വേണം. ഓക്കെ അല്ലേ? ഈ എക്സിനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ വേറെ ലോഗിനെ വിളിക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ?
ആ യെസ് യെസ് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ രണ്ട് ഭാഗത്ത് ലോഗ് വിളിക്കണേ, ലോഗ് അപ്ലൈ ചെയ്യണേ. ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് എക്സ് ഇങ്ങനല്ലേ വരുന്നത്, ലോഗ് എക്സ് എക്സ്. യെസ്, തീർച്ചയായിട്ടും പുറത്തുള്ള ലോഗ് ആരെ ഭൂമിയിലേക്ക് ഇറക്കും? യെസ്, ആരെ ഭൂമിയിലേക്ക് ഇറക്കും? ഈ എക്സ് പവറിൽ നിൽക്കുന്ന എക്സിനെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കും. അപ്പോ ലോഗ് യു ഈക്വൽ ടു എക്സിനെ പിടിച്ച് ഇറക്കി എക്സ് ഇൻറ്റു പിന്നെ ബാക്കിയുള്ളത് ഇയാൾ മുഴുവൻ ലോഗ് എക്സ്. സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഈ എക്സിനെ മാത്രം ഭൂമിയിലേക്ക് ഇറക്കി ബാക്കി ലോഗ് എക്സ് എഴുതി. ഓക്കെ, അപ്പൊ നമ്മുടെ അപകടങ്ങളൊക്കെ പുതിയ ലോഗ് വന്ന അപകടങ്ങളൊക്കെ തീർത്തു വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലെ? ഇനി ഡിഫറൻഷിയേറ്റ് ആണ്. അത് തുടങ്ങിയപ്പോ യുവിന്റെ ഡെറിവേറ്റീവ്, ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് പോരട്ടടാ. ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് എന്താ? യെസ്, 1/u ലോഗ് യു 1/u ഇൻറ്റു കൂടെ യെസ് കൂടെ യു ഡാഷ് which is equal to ഇവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും? x into log ലോസസ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ x, സെക്കൻഡ് ഫംഗ്ഷൻ log x. ഇത് കോമ്പോസിഷൻ ആണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലാട്ടോ. ഇതിന്റെ ഉള്ളില് ലോഗിന്റെ ഉള്ളില് log x കോമ്പോസിഷൻ ആണ്. അപ്പൊ x into log x. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ x ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ log x ആണ്. അപ്പൊ പറഞ്ഞോ, ഒന്നാമത്തെ ഡെറിവേറ്റീവ് അതായത് x ന്റെ ഡെറിവേറ്റീവ് പോരട്ടെ. യെസ്, x ന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു രണ്ടാമത്തെ ആളെ വെറുതെ എഴുതുക. യെസ്, രണ്ടാമത്തെ ആളെ വെറുതെ എഴുതുക. എല്ലാവരും ഉത്തരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ വളരെ മിടുക്കന്മാരും മിടുക്കികളുമാകണം എന്നതാണ് എന്റെ സന്തോഷം. പ്ലസ് ഈ രണ്ടാമത്തെ ആളുടെ ഡെറിവേറ്റീവ് ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് ലോഗ് ഉണ്ട്. ആദ്യത്തെ ലോഗ് ചെയ്യുമ്പോ ആദ്യത്തെ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ യെസ് നോക്കട്ടെ, ഇയാളെ യു എന്ന് വിളിക്കണേ. ലോഗ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോ 1/, ഈ ലോഗിന്റെ ഉള്ളിലുള്ളത് 1/log x ഇൻറ്റു. അപ്പൊ ഒന്നാമത്തെ ലോഗ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/, ആ ലോഗിന്റെ ഉള്ളിലുള്ളത് 1/, ഇയാളുടെ ഉള്ളിലുള്ളത് x ആ. അപ്പൊ 1/x കിട്ടിയില്ലേ? യെസ്, 1/x കഴിഞ്ഞിട്ടില്ല. ഇൻറ്റു ഇയാളെ വെറുതെ എഴുതണേ, ഇൻറ്റു എക്സ് വെറുതെ എഴുതണ്ടേ, അത് മറക്കരുതില്ല. വെറുതെ നിൽക്കുന്ന ആളെ എഴുതണം. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഇൻറ്റു ഒന്നാമത്തെ ആളെ വെറുതെ എഴുതണം. നല്ലോണം നോക്കിയേ. ആ അറ്റത്തേക്ക് ഒന്ന് നോക്കിയടാ. എന്താ ചെയ്യണ? എക്സിനെ കാച്ചി കളടാ. എക്സും കാച്ചി കളഞ്ഞു. അപ്പൊ യു ഡാഷ് ഇതാ നോക്കണേ. യു ഡാഷ് ഈക്വൽ ടു യു എഴുതി കൂടെ. ഇനി യു എന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണം. ഇപ്പൊ തന്നെ ചെയ്തുകൂടെ? ഇവിടെ യു എഴുതാണ്. യു ആരാ? log x raised to x അല്ലേ? അത് ഇപ്പൊ തന്നെ എഴുതി കൂടെ നമുക്ക്? അതോ യു എഴുതിയിട്ട് മതി, അടുത്ത സ്റ്റെപ്പിൽ മതിയാ? Don't waste time man. വേണ്ട. അപ്പൊ യുവിനെ ഇങ്ങനെ എടുത്ത് എഴുതുമ്പോൾ യു എന്ന് പറഞ്ഞാൽ log x whole raised to x ആ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ എഴുതാം, ഞാൻ തയ്യാറാണ്. യെസ്, യുവിനെ അങ്ങനെ എടുത്ത് എഴുതി യു ഇൻറ്റു ഇവിടെ എന്താ 1 into log of x എന്ന് പറഞ്ഞാൽ log of x പ്ലസ് 1/log x. ആഹാ, എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇനി യുവിനെ മാറ്റണം അല്ലെ? യുവിനെ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാറ്റും, നിങ്ങൾ എഴുതിക്കോ. എന്താണ്? log x whole raised to x. കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? യെസ്, ഈക്വേഷൻ നമ്പർ 2. ഓക്കെ, ഒരു ചെരുവേ യു ഡാഷ് കിട്ടി. ഇനി അടുത്തത് വി ഡാഷ് കിട്ടണം. അടുത്ത ആറ് കിട്ടണം, വി ഡാഷിനെ കിട്ടണം. വി ഡാഷിനെ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് എഴുതണം? വി എഴുതണം. അപ്പൊ വി ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. നല്ലോണം നോക്കാട്ടെ. എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. അപ്പൊ ചെയ്യാവുന്നതാണ് അല്ലെ? അപ്പൊ ആദ്യം ആരെ വിളിക്കണം? പറഞ്ഞ വേഗം പറയും. ലോഗിനെ വിളിക്കാണ്. അപ്പൊ ഞാൻ ഇവിടെ ലോഗ് വി ഈക്വൽ ടു അപ്പൊ ലോഗ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. യെസ്, അപ്പൊ ലോഗ് ആരെ പിടിച്ച് കീഴ്പെട്ടേക്ക് ഇറക്കും? ആ പവറിൽ നിൽക്കുന്ന ആളെ, അതെ എക്സ് കോസ് എക്സിനെ പിടിച്ച് പുറത്തേക്ക് കിട്ടു. എക്സ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പിടിച്ച് പുറത്തേക്ക് കിട്ടും. ഇവിടെ ലോഗ് വി. ഇനി മക്കൾ നല്ലോണം നോക്കിയേ, ഇപ്പുറത്തെ സൈഡിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട്? എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. 3 ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് അല്ലേ ഇത്? വെരി ഗുഡ്. പ്രൊഡക്റ്റ് അല്ലേ ഇത്? അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂള് വേണോ അതോ നമുക്ക് ലോഗിനെ വിളിക്കാം? അതാണ് എളുപ്പം. യെസ്, നമ്മുടെ മക്കൾ, എന്റെ മക്കൾ
അത് അങ്ങനെ വേണം. എപ്പോഴും മടിയന്മാരായിരിക്കണം. എളുപ്പമുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് വയ്യാതൊന്നും പ്രൊഡക്റ്റുകൾ ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലോഗിനെ വിളിച്ചാൽ ഇത് പിന്നെ മുട്ടും, ഇത് പ്ലസ് ആയി മാറും അല്ലെ. ലോഗിനെ വിളിച്ചു കഴിഞ്ഞാൽ ഗുണം ഇത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്തായി മാറും? പ്ലസ് ആയി മാറും. അതിന് ഇനി വേറെ ലോഗിനെ വിളിക്കണം, വേറെ ലോഗിനെ വിളിക്കണം. ഇവിടെ പുറത്തൊരു ലോഗ് വരണം അല്ലെ. അപ്പൊ ഞാൻ അഗൈൻ ലോഗിനെ വിളിക്കണം കേട്ടോ. രണ്ട് ഭാഗത്തും ലോഗിനെ വിളിക്കാണ്. log of log v രണ്ട് ഭാഗത്തും ലോഗിനെ വിളിക്കാണ്, which is equal to log of x cos x log x. ആഹാ എന്ത് ഭംഗി, x cos x log x. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലോഗിന് പണിയൊന്നുമില്ല, ഇപ്പുറത്തെ സൈഡിലാണ് പണിയുള്ളത്. log of log v ഈക്വൽ ടു ഈ ലോഗ് ഉള്ളിൽ കയറുമ്പോ എല്ലാവർക്കും ലോഗ് കിട്ടും, ഒക്കെ ആ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്തായി മാറും? അഡീഷൻ ആയിട്ട് മാറും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ log x പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് വീണ്ടും ലോഗ് എക്സ്. യെസ്, ലോഗ് എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് ലോഗ് എക്സ്. ഇപ്പൊ എല്ലാം പൊട്ടി കഴിഞ്ഞില്ലേ? എല്ലാം അഡീഷനായി മാറി, ഓരോരോ ടേമുകളായിട്ട് മാറി. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണേ. അപ്പൊ ഇവിടെ എത്ര ലോഗ് ഉണ്ട്? ഇവിടെ എത്ര ലോഗ് ഉണ്ട്? 2 ലോഗ് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിന് പൊട്ടിക്കണേ. ലെഫ്റ്റ് സൈഡിൽ ആദ്യം ചെയ്യാൻ പോവാണ്. ലോഗ് ഓഫ് ലോഗ് വി. അപ്പൊ ആദ്യത്തെ ലോഗിനെ പൊട്ടിക്കാൻ പോവാ. ലോഗിനെ പൊട്ടിക്കുമ്പോൾ 1 ബൈ ലോഗിന്റെ ഉള്ളിലുള്ളത്, അതായത് 1 ബൈ ലോഗ് വി, 1 ബൈ ലോഗ് വി ഇൻറ്റു ഇനി രണ്ടാമത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് യെസ് 1 ബൈ വി. രണ്ടാമത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ബൈ വി. കഴിഞ്ഞിട്ടില്ല. ഇനി വിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് ഒന്നാമത്തെ ലോഗ് കഴിഞ്ഞു, രണ്ടാമത്തെ ലോഗ് കഴിഞ്ഞു. ഇനി വിന്റെ ഡെറിവേറ്റീവ് വി ഡാഷ്. വെരി ഗുഡ്, വി ഡാഷ് which is equal to ഇനി അവിടെ പറഞ്ഞോ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞോ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ആഹാ എന്ത് മനോഹരം. പ്ലസ് ലോഗ് കോസ് എക്സ് പോരട്ടെ. ലോഗ് കോസ് എക്സ് ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ കോസ് എക്സ്, 1 ബൈ കോസ് എക്സ് ഇൻറ്റു ഇനി അടുത്തത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. കഴിഞ്ഞു. ലോഗും കഴിഞ്ഞു, കോസും കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു പ്ലസ് ഇനി ലോഗ് ഓഫ് ലോഗ് എക്സ്. അഗൈൻ ലോഗ് ഓഫ് ലോഗ് എക്സ് ആണ്. പറഞ്ഞോ ആദ്യത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ ലോഗ് എക്സ്. ആദ്യത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ ഈ ലോഗിന്റെ ഉള്ളിലുള്ളത് 1 ബൈ ലോഗ് എക്സ് ഇൻറ്റു രണ്ടാമത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? രണ്ടാമത്തെ ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. ഓക്കെ, ഗുഡ് 1 ബൈ എക്സ്. യെസ്, കിട്ടിയിട്ട് 1 ബൈ എക്സ്. നിങ്ങൾ ഇത് ഭംഗിയാക്കാം, ഇതാക്കാൻ വരട്ടെ കേട്ടോ. നിങ്ങൾ ടാൻ ഒന്നും എഴുതണ്ട, അതവിടെ നിൽക്കട്ടെ. ടാൻ എഴുതണ്ട ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ ലോഗ് വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് വി ഒന്നും പാടില്ല, നമുക്കൊക്കെ എക്സിന്റെ ടേമിൽ വേണം. വിയും യുവും നമ്മൾ കൊടുത്തല്ലേ, അതൊക്കെ നമ്മൾ മാറ്റണ്ടേ. അപ്പൊ നമ്മള് ലോഗ് വി അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്താ സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം, നോക്കാട്ടോ. അപ്പൊ വി ഡാഷ് ഈക്വൽ ടു വി ഇൻറ്റു ലോഗ് വി. ഇങ്ങനെയല്ലേ വരിക? വി ഇൻറ്റു ലോഗ് വി ഇങ്ങനെയല്ലേ വരിക? വി ഇൻറ്റു ലോഗ് വി ഇൻറ്റു ഇയാൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊടുത്തു, മുകളിലേക്ക് കൊടുത്തു. വി ഡാഷ് മാത്രമല്ലേ നമുക്ക് വേണ്ടോ. വി ഇൻറ്റു ലോഗ് വിനെ മുകളിലേക്ക് കൊണ്ടുവന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ. താഴെയുള്ള വി ലോഗ് വിനെ മുകളിലേക്ക് കൊണ്ടുവന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്തുള്ള ഞാൻ എഴുതുവാണേ 1 ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് കോസ് എക്സ്, സോറി 1 ബൈ എക്സ് ലോഗ് എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് വിയുടെ പൊസിഷനിൽ എന്താണോ വി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോഗ് വിയുടെ പൊസിഷനിൽ എക്സിന്റെ ടേമിലുള്ള ലോഗ് വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വി പാടില്ല, പകരം എക്സിന്റെ ടേമിൽ വേണം. അപ്പൊ വി നമുക്ക് എക്സിന്റെ ടേമിൽ എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് ആ. അപ്പൊ ഇവിടെ വിയുടെ പൊസിഷനിൽ എന്ത് ചെയ്യാം? എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് കൊടുക്കാം. അതുപോലെ ലോഗ് വിയുടെ പൊസിഷനിൽ ലോഗ് വി നോക്കിക്കോട്ടെ, ഇവിടെ നോക്കാം. ലോഗ് വി എക്സിന്റെ ടേമിൽ ഇതാണ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. ഞാനോട് നിൽക്കട്ടെ. ഇനി ലോഗ് വി എന്ന് പറഞ്ഞാല് എക്സ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഇപ്പുറത്താണ് 1 ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ലോഗ് എക്സ്. നല്ലോണം നോക്കട്ടോ. ഇയാൾക്ക് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് വല്ല പണിയുണ്ടോ? എന്തെങ്കിലും പണിയുണ്ടോ? ഈ എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് അതിന്റെ അകത്തേക്ക് പോയിട്ട് വല്ലതും ചെയ്യണ്ടോ? ഒന്നും ചെയ്യാനില്ല. അയാൾ പവറിലവിടെ അയാളെ വലിയ ഭംഗിയിൽ ഇരിക്കാമെന്നുള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ എക്സ് കോസ് എക്സ് ലോഗ് എക്സിനെ ഈ 3 ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്തൂടെ? ആ 3 ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? യെസ്. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ കുറെ പേര് ക്യാൻസൽ ആവും. ശ്രദ്ധിക്കാട്ടോ. ഇയാൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. നോക്കാം, ഇയാളെ ഫസ്റ്റ് ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
എക്സ് കോസ് എക്സ് ലോഗ് എക്സിനെ 1/x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വെട്ടിപ്പോവും? യെസ്, എക്സും എക്സും വെട്ടിപ്പോവും. ബാക്കി ഉണ്ടാവുക കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആ. ഈ ടേമിനെ 1/x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും എക്സും വെട്ടിപ്പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. യെസ്, അതുപോലെ ഈ ടേമിനെ കൊണ്ട് അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ കോസ് എക്സ് ഉണ്ട്, ഇവിടെ മുകളിൽ കോസ് എക്സ് ഉണ്ട്. കട്ട് ചെയ്ത് പോലെ കോസും കോസും വെട്ടിപ്പോയി അവസാനം എക്സ് ലോഗ് എക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ മൈനസ് ഇവിടെ ബാക്കി ഉണ്ടാവുക എക്സ് ലോഗ് എക്സ്, ഇവിടെ ബാക്കി സൈൻ എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കുക, രണ്ടാമത്തെ ടേമിനെ ഈ എക്സ് കോസ് എക്സ് ലോഗ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടത്തെ കോസും വെട്ടിപ്പോയി എക്സ് ലോഗ് എക്സ് സൈൻ എക്സ് ഇത്രയും പേര് ബാക്കി ഉണ്ടാവും. മനസ്സിലാവില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പ്ലസ് ഇനി മൂന്നാമത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരൊക്കെ കാച്ചി പോവും? താഴെ എക്സ് ലോഗ് എക്സ് ഉണ്ട്. യെസ്, എക്സും പോയി ലോഗ് എക്സും പോയി. അവസാനം മുകളിൽ ആര് മാത്രം ഉണ്ടാവുള്ളൂ? യെസ്, കോസ് എക്സ് മാത്രം ഉണ്ടാവുള്ളൂ. കോസ് എക്സ് ഇൻറ്റു 1 കോസ് എക്സ്. കഴിഞ്ഞു. ഇപ്പൊ എല്ലാം എക്സിന്റെ ടേമിലായില്ലേ? വി ഡാഷ് കിട്ടിയില്ലേ? ഇതാണ് വി ഡാഷ്. ഇത് ഇക്വേഷൻ നമ്പർ 2 അല്ല 3. ഇനി അടുത്തത് ഞാൻ എഴുതണോ? നിങ്ങൾ ചെയ്തോളില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളില്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാൻ വേണ്ടല്ലോടാ. ഇക്വേഷന് 2ഉം 3ഉം എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? അപ്പൊ y ഡാഷ് ഈക്വൽ ടു യു ഡാഷിന്റെ പൊസിഷനിൽ ഈ സംഭവം എഴുതുക. ഏത്? ഈ ഒരു സംഭവം 1 ഫുൾ എഴുതുക. യു ഡാഷിന്റെ പൊസിഷനിൽ 1 ഫുള്ള് എഴുതുക. പ്ലസ് വി ഡാഷിന്റെ പൊസിഷനിൽ അത് ഫുൾ എഴുതുക. വേറെ ഒന്നും ചെയ്യണ്ട, അത്ര മതി. അത് ചെയ്തോളില്ലേ? അത് എഴുതിക്കോളില്ലേ? ആ y ഡാഷിന്റെ പൊസിഷനിൽ ആദ്യം യു ഡാഷ് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ മുഴുവൻ എഴുതുക. പ്ലസ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ മുഴുവൻ എഴുതുക. പിന്നെ മൂന്നാമത്തെ ഇക്വേഷൻ മുഴുവൻ എഴുതുക. വേറെ ഒന്നും ചെയ്യാനില്ല, ചെയ്തോളില്ലേ? ഇതൊക്കെ ഭയങ്കര ഇൻറ്റബിൾ സാധനങ്ങൾ, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. യെസ്, അപ്പൊ മക്കള് ചെയ്തേ. അടുത്ത സംഭവം x raised to x plus y raised to x plus x raised to y equal to a raised to b. Find dy by dx. കിട്ടിയാ? അപ്പോ ഇവിടെ y എന്ന് dy by dx കണ്ടാൽ അറിയാം y എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ dy by dx ചോദിക്കില്ല. dy by dx y നെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ പറഞ്ഞാൽ തന്നെ മിനിമം 5 പൈസ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഓടണം. എന്ത് വരണം? അതായത് y എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ ബോധമുള്ളവർ ചോദിക്കില്ല. മനസ്സിലായോ? അത് കിട്ടണം. കിട്ടിയില്ല? അപ്പൊ y എന്ന് പറയുന്നത് വെറുതെ ഒരു നമ്പർ കോൺസ്റ്റന്റ് എന്ന് പറയരുത്. y is a function of x. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ x raised to x ഉണ്ട്, താഴെയും x മുകളിലും x. x raised to a raised to b 0. ഓക്കെ. യെസ്, പറയാം. ഇനി y raised to x, താഴെ x ന്റെ ഫംഗ്ഷൻ y എന്ന് പറയുന്ന x ന്റെ ഫംഗ്ഷൻ ആണ്, മുകളിലും x. ഓക്കെ. ഇനി x raised to y, താഴെ x മുകളിലും x ന്റെ ഫംഗ്ഷൻ. ഇവിടെ a raised to b, a b എന്താ സംഭവം? a നെയും b നെയും പറ്റിയിട്ട് പരാമർശിക്കണ്ട, ഇല്ല. a b യും കോൺസ്റ്റന്റ്. അപ്പൊ a raised to b യും കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ a raised to b കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവർക്ക് ഒരു പേര് കൊടുക്കാം അല്ലെ? പേര് കൊടുക്കാം. 3 ടേമില്ലേ? നമുക്കറിയാം ഇത് എന്ത് ചെയ്യണം? ഭൂമിയിലേക്ക് ഇറക്കണം. ഭൂമിയിലേക്ക് ഇറക്കണമെങ്കിൽ ലോഗിന് വിളിക്കണം. പക്ഷെ ഡയറക്റ്റ് ലോഗ് വിളിക്കാൻ സാധിക്കുമോ? എക്സും വൈ ഒക്കെ ഓൾറെഡി ഉണ്ടോ ദരിദ്രവാസി. ഇനി എക്സ് വൈ സെഡ് എന്ന് വിളിക്കല്ലേ? നമുക്ക് യു വി ഡബ്ല്യു എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ യു വി ഡബ്ല്യു നോക്കിക്കോ. അപ്പൊ യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്, വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ്, ഡബ്ല്യു ഈക്വൽ ടു എക്സ് റേസ് ടു വൈ. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻസ് വരുന്നവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, y ഈക്വൽ ടു ഇടാമില്ലേ? y ഈക്വൽ ടു ഇടാ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ y ഈക്വൽ ടു എഴുതല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി മാറുന്നു? ക്വസ്റ്റ്യനിൽ x റേസ് ടു x ന് പകരം u പ്ലസ് y റേസ് ടു x ന് പകരം v പ്ലസ് x റേസ് ടു y ക്ക് പകരം w ഈക്വൽ ടു a റേസ് ടു b. ഇതല്ലേ സംഭവം? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് നമ്മുടെ തന്നിട്ടുള്ള ചോദ്യത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അതായത് ഇവിടെ x റേസ് ടു x നോടെ u പ്ലസ് ഇത് v പ്ലസ് w ഈക്വൽ ടു a റേസ് ടു b. ഓക്കെ, ഇനി നമുക്കറിയാം u എന്ന് പറയുന്നതും v എന്ന് പറയുന്നതും w എന്ന് പറയുന്നതും എല്ലാവരും x ന്റെ ഫംഗ്ഷൻസ് ആണ്.
അപ്പൊ നമുക്ക് y ഡാഷ് ആണ് കാണേണ്ടത്. y ഡാഷ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവരൊക്കെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ? അതിൻ്റെ ഉള്ളിൽ വന്നോളൂ y ഡാഷ്. അപ്പൊ എഴുതാണ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ചിട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ യു എന്തായി മാറും? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു എന്തായി മാറിടാ? യുവിന്റെ ഡെറിവേറ്റീവ് യു ഡാഷ്. ഈ യു ഡാഷ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സ് ആണ് കേട്ടോ. ഡി യു ബൈ ഡി എക്സിനാണ് യു ഡാഷ് എന്ന് പറയുന്നത്. പ്ലസ് വി എന്തായി? വി ഡാഷ് ആയി. ഡബ്ല്യു ഡബ്ല്യു ഡാഷ് ആയി. എ റൈസ് ടു ബി യുടെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു ബി യുടെ ഡെറിവേറ്റീവ് എന്താ? 0. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. യെസ്. അപ്പൊ നമുക്ക് എന്ത് വേണം? യു ഡാഷും വേണം, വി ഡാഷും വേണം, ഡബ്ല്യു ഡാഷും വേണം. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത്രല്ലേ വേണ്ടോ? അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? y ഡാഷ് അതിനുള്ളിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ഇതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം യു ഡാഷ് കാണാം. അപ്പൊ യു ഡാഷ് കാണണമെങ്കിൽ യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. യു ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. തുടങ്ങല്ലേ? പറഞ്ഞോ. യെസ്. ആരെ വിളിക്കുന്നു? നമ്മൾ ആദ്യം കുറെ പേരൊന്നും ഒന്നും വിട്ടില്ല കേട്ടാ. ഇട്ടിച്ച് കണ്ണു കലക്കും. മര്യാദക്ക് പറഞ്ഞോ. ആരെ വിളിക്കണം? ആദ്യം ലോഗിനെ വിളിക്കണം. അപ്പൊ ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. ഓക്കെ, അപ്പോ ലോഗിന്റെ പണി ചെയ്യട്ടെ. ആരെ ഭൂമിയിലേക്ക് ഇറക്കുന്നു? യെസ്, എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നു. അപ്പൊ ലോഗ് യു ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി ഓക്കെ, അപ്പൊ ഇടിച്ച് നിരപ്പാക്കിണ്ട്. ഇതിന്റെ ഭൂമിയിലേക്ക് ഇറക്കിണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ? തുടങ്ങിക്കോ. ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് വേഗം പോരട്ടെ. ലോഗ് യുവിന്റെ ഡെറിവേറ്റീവ് 1/u കൂടെ എഴുതണം. 1/u ഇൻറ്റു യു ഡാഷ്. ലോഗിന്റെ ഡെറിവേറ്റീവ് പിന്നെ യുവിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. തുടങ്ങുക. ഒന്നാമത്തെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? യെസ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ലോഗ് എക്സിനെ വെറുതെ എഴുതുക. ലോഗ് എക്സിനെ നിങ്ങൾ ഇരിക്കുന്ന പോലെ വെറുതെ ഇരിക്കുക. ലോഗ് എക്സിനെ വെറുതെ എഴുതി. പ്ലസ് അടുത്തത് രണ്ടാമത്തെ ഡെറിവേറ്റീവ് പറയടാ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഈ എക്സ് വെറുതെ എഴുതുക. നല്ലോണം ഒന്ന് നോക്കൂ. യെസ്, എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 1 ആണ്. അപ്പൊ യു ഡാഷ് ഈക്വൽ ടു ഈ യുവിനെ അങ്ങോട്ട് കൊണ്ടുവരാണ് കേട്ടോ. യു ഡാഷ് ഈക്വൽ ടു യുവിനെ അങ്ങോട്ട് കൊണ്ടുവരാണ്. യു ഇൻറ്റു 1 ഇൻറ്റു ലോഗ് എക്സ് 1 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് ഇവിടെ വെട്ടിപ്പോയി 1 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ആരെയും കൂടി മാറ്റണം. ഒന്ന് മാറ്റി എഴുതണം. യുവിനെ മാറ്റി എഴുതണം. യു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സ്. ഞാൻ ഇവിടെ തന്നെ മാറ്റുവേ. എക്സ് റേസ് ടു എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 അല്ല. ഇക്വേഷൻ നമ്പർ 2 വിളിക്കണം. യു ഡാഷ് കിട്ടി. അടുത്തത് നമുക്ക് ആരെ കണ്ടുപിടിക്കണ്ടേ? യെസ്, വി ഡാഷ് കണ്ടുപിടിക്കണം. അപ്പൊ വി ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണ്. യെസ്, തുടങ്ങിക്കോ. ആരെ വിളിക്കുന്നു? നമ്മൾ ഉടൻ തന്നെ ആരെ വിളിക്കുന്നു? യെസ്, ലോഗിനെ വിളിക്കുകയാണ്. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് വി ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ് ആണ്. ലോഗ് പണി തുടങ്ങുന്നു. ആരെ ഭൂമിയിലേക്ക് ഇറക്കുന്നു? ആരെയാണ് ലോഗ് ഭൂമിയിലേക്ക് ഇറക്കുന്നത്? യെസ്, എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നു. അപ്പൊ എന്ത് വരുന്നു? ലോഗ് വി ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു ലോഗ് വൈ. അപ്പൊ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പറഞ്ഞോ. ലോഗ് വി ലോഗ് വിന്റെ ഡെറിവേറ്റീവ് യെസ് 1/v കൂടെ എഴുതണം. 1/v ഇൻറ്റു കൂടെ എഴുതണം. 1/v ഇൻറ്റു പറയണേ വി ഡാഷ്. 1/v ഇൻറ്റു വി ഡാഷ് ഈക്വൽ ടു ഇവിടെ പ്രൊഡക്റ്റ് ആണ് എക്സ് ഇൻറ്റു ലോഗ് വൈ. അപ്പൊ പറഞ്ഞു. ആദ്യത്തെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? എക്സിന്റെ ഡെറിവേറ്റീവ്. യെസ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇൻറ്റു ലോഗ് വൈനെ വെറുതെ എഴുതുക. ലോഗ് വൈ പ്ലസ് ഇനി ആരുടെ ഡെറിവേറ്റീവ്? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. പറഞ്ഞു മക്കളെ, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1/y. കഴിഞ്ഞ y is a function of x. കൂടെ y dash. Yes, y dash into y dash.
എക്സും സോറി എക്സ് ഒഴിച്ച് ബാക്കി 4 പേരും യു വി ഡബ്ല്യു വൈ ഇവർ 4 പേരും എക്സിന്റെ ഫംഗ്ഷനാണ്. അപ്പോ 1/y ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx അതായത് y ഡാഷ് ഇൻറ്റു എക്സിനെ വെറുതെ എഴുതാം. ക്ലിയർ അല്ലേ? യെസ് ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. അപ്പൊ വി ഡാഷ് ഈക്വൽ ടു വി ഇങ്ങോട്ട് വരുന്നു വി ഇൻറ്റു 1 ഇൻറ്റു log y പ്ലസ് ഈ എക്സിനോട് ഫ്രണ്ടിലേക്ക് എഴുതേ x/y ഇൻറ്റു y ഡാഷ് x/y ഇൻറ്റു y ഡാഷ്. ഓക്കെ കണ്ടോ? അതിനുള്ള y ഡാഷ് വന്നത് കണ്ടോ? y ഡാഷ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അതിനകത്ത് y ഡാഷ് വന്നിട്ടുണ്ട്. നമുക്ക് y ഡാഷ് കണ്ടുപിടിക്കാം കേട്ടോ. യെസ് ഇനി നമുക്ക് ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? ഇതിന്റെ അകത്ത് നല്ലോണം നോക്കിയേ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്? യെസ് വിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചേ y⁻x. ഞാൻ ഇത് ഉള്ളിലേക്ക് കൊടുക്കാട്ടോ. ഇത് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. കാരണം നമുക്ക് y ഡാഷിനെ കുറച്ച് കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതാ. അപ്പൊ എന്തായാലും ഈ ബ്രാക്കറ്റ് പൊളിച്ച് ഉള്ളിലേക്ക് പോകണം. എന്തായാലും ആ ബ്രാക്കറ്റ് പൊളിച്ച് ഉള്ളിലേക്ക് പോകണം. ഇവിടെ അപ്പൊ എന്താ ടീച്ചർ പൊളിക്കാണ്ടിരുന്നത്? കാരണം ഇവിടെ y ഡാഷ് വരുന്നില്ല. ഇവിടെ y ഡാഷിന്റെ ആവശ്യമില്ല. നമുക്ക് y ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y ഡാഷുള്ള ടേമുകളെയൊക്കെ മാറ്റേണ്ടി വരും. ഒരു സൈഡിലേക്ക് ഒതുക്കേണ്ടി വരും. നമ്മൾ ചെയ്തതല്ലേ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. y ഡാഷുള്ള ടേമുകളെയൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും അവിടെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഉള്ളിലേക്ക് തൊലി പൊളിച്ച് ഉള്ളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് ഇപ്പൊ തന്നെ ചെയ്യാം. ഇത് ഉള്ളിലേക്ക് പോകുമ്പോ which is equal to y⁻x into log y പ്ലസ് നോക്കുക x/y into y⁻x into y ഡാഷ്. ഓക്കെ അല്ലേ? മക്കളെ നോക്കി ഇവിടെ താഴെ y മുകളില് y⁻x മുകളില് x ഉണ്ട്, താഴെ ഒരു y ഉണ്ട്. വെട്ടിക്കളഞ്ഞൂടെ? യെസ് നമുക്കറിയാം. നോക്കട്ടോ y⁻4/y എന്ന് പറഞ്ഞാല് വെട്ടിക്കളഞ്ഞ് 3 ഒന്ന് പോവും അല്ലെ? ഇവിടത്തെ പവർ എന്ന് പറഞ്ഞാൽ എക്സാ. അപ്പൊ ഇവിടത്തെ y വെട്ടുമ്പോൾ ഇവിടെ എന്ത് വരും? x-1 എന്ന് വരും. ഇവിടത്തെ y ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? x-1 എന്ന് വരും. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഇത്രയുള്ളൂട്ടാ. മുകളില് y അങ്ങനെ x വൈകളുണ്ടായിരുന്നു, താഴെ ഒരു y ഉണ്ട്, ഒരെണ്ണം മുകളിൽ വെട്ടിക്കളഞ്ഞു. അപ്പൊ x-1 y കളഞ്ഞുള്ളൂ. ഓക്കെ അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ എഴുതാണ് വി ഡാഷ് ഈക്വൽ ടു y⁻x ഇൻറ്റു log y പ്ലസ് x ഇൻറ്റു y⁻x-1 ഇൻറ്റു y ഡാഷ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്തത് ആരാ? w അല്ലേ? അടുത്ത w അല്ലേ സെറ്റ് ചെയ്യണ്ടേ? എവിടെ ഒക്കെ ചത്തുപോയോ? ഇവിടെ യെസ് അടുത്ത w ആണ്. അപ്പൊ w ഈക്വൽ ടു x⁻y. അഗൈൻ ആരെ വിളിക്കുന്നു? ഒന്ന് പറടാ. ലോഗിനെ വിളിക്കുക. log w ഈക്വൽ ടു log x⁻y. ലോഗ് ആരെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കും? യെസ് y നെ പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കി. അപ്പൊ log w ഈക്വൽ ടു y ഇൻറ്റു log x ആണ്. അപ്പൊ ലോഗിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. തുടങ്ങിക്കോ. log w ഡെറിവേറ്റീവ് പറഞ്ഞ യെസ് log w ഡെറിവേറ്റീവ് 1/w ഇൻറ്റു 1/w ഇൻറ്റു യെസ് ഇൻറ്റു w ഡാഷ്. ബാക്കിയുള്ളവരെ കണ്ണാക്കിൽ പിരിവിട്ടിരിക്കണോ? 1/w ഇൻറ്റു w ഡാഷ്. 1/w ഇൻറ്റു w ഡാഷ്. ജിത്ത് ജിമ്മി കറക്റ്റാണ്. പേരൊക്കെ ഗംഭീര. തൊപ്പി വെച്ചിരിക്കണ്ടല്ലോ ഇടി. ഒരു അഡ്രസ് ഇല്ല. w എന്ന് പറയുമ്പോ ഏത് w? എവിടത്തെ w? എസ് 1/w ഇൻറ്റു w ഡാഷ് ഈക്വൽ ടു ഇവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? ഇപ്പുറത്ത് എന്ത് അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വൈന്റെ ഡെറിവേറ്റീവ് പറഞ്ഞോ. വൈന്റെ ഡെറിവേറ്റീവ് ആരുടെ? വൈന്റെ ഡെറിവേറ്റീവ് y ഡാഷ്. ആദ്യത്തെ ഡെറിവേറ്റീവ് y ഡാഷ് ഇൻറ്റു log x നെ വെറുതെ എഴുതുക. log x അവിടെ എടുക്കട്ടെ. log x പ്ലസ് ഇനി ആരുടെ ഡെറിവേറ്റീവ്? log x ന്റെ ഡെറിവേറ്റീവ് എന്താ? യെസ് 1/x ആണ്. ഇൻറ്റു y നെ വെറുതെ എഴുതുക. ഇത് നമുക്ക് w ഡാഷ് ആണ്.
അപ്പൊ ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ടേം എഴുതുമ്പോൾ വൈ ഡാഷിനെ ഏറ്റവും ഒടുവിൽ എടുക്കുക അതാണ് ഭംഗി. അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ബൈ എക്സ്. ഇതല്ലേ സംഭവം? ഇതല്ലേ സംഭവം? ഇത് തന്നെയല്ലേ സംഭവം? ഇത് തന്നെയാണ് സംഭവം. ഇനി ഡബ്ല്യൂനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഡബ്ല്യു എന്താണെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഡബ്ല്യു? എക്സ് റേസ് ടു വൈ. ഞാൻ അത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു കാര്യമുണ്ട്, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണോ? ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്? വൈ ഡാഷ് ഉണ്ട്. ഉള്ളിൽ ആരുണ്ട്? വൈ ഡാഷ് ഉണ്ട്. ഉള്ളിൽ ആരുണ്ട്? ഉള്ളില് വൈ ഡാഷ് ഉണ്ട്. അതിനകത്ത് വൈ ഡാഷ് ഉണ്ട്. അതിന്റെ അകത്ത് വൈ ഡാഷ് ഉണ്ട്. അപ്പൊ എന്തായാലും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ ബൈ എക്സ് എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ്. ആ രണ്ടാമത്തെ ടേമിലേക്ക് ഒന്ന് കൂർപ്പിച്ച് നോക്കടാ, ശ്രദ്ധിച്ച് ഷർപ്പായിട്ട് നോക്കടാ. എക്സ് റേസ് ടു വൈ ഉണ്ട്, താഴെ എക്സ് ഉണ്ട്. എക്സ് റേസ് ടു വൈ മോളില് എത്ര വെട്ടിക്കളഞ്ഞൂടെ മോളില് വൈ എക്സുകളുണ്ട്. ഇവിടെ വെട്ടിക്കളയുമ്പോ മോളിലൊന്ന് കുറയും, പവർ ഒന്ന് കുറയും, വൈ മൈനസ് 1. എന്നിട്ട് ആ വൈ മൈനസ് 1 വൈ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാ. ഇത് അങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾ. എന്റെ മക്കൾ മിടുക്കരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കളയും ചിലപ്പോ. വൈ മൈനസ് 1 അത് പവറിലെടുക്കുന്നത്. ഹായ് വൈ ഇൻറ്റു വൈ മൈനസ് 1 ചെയ്തോളൂ ടീച്ചർ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആ എക്സിന്റെ മുകളിലാണ് വൈ മൈനസ് എടുക്കുന്നത്, വൈ അപ്പുറം എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. കഴിഞ്ഞില്ലേ? സെറ്റല്ലേ? യെസ്. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ എത്രയായി? 4, നാലാമത്തെ. എല്ലാവരും യു ഡാഷ് ആയി, വി ഡാഷ് ആയി, ഡബ്ല്യു ഡാഷ് ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? Okay, equation number 1. Therefore, equation number 1 implies equation number 1 എന്തായി മാറും? നോക്കിക്കോട്ടോ. യു ഡാഷിന്റെ പൊസിഷനിൽ യു ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാട്ടോ. ഇക്വേഷൻ നമ്പർ 1 യു ഡാഷിന്റെ അവിടെ യു ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വി ഡാഷിന്റെ അവിടെ വി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡബ്ല്യു ഡാഷിന്റെ അവിടെ ഡബ്ല്യു ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 പിന്നൊന്നുമില്ല, 0 തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ തുടങ്ങുവാണേ. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഓക്കെ, യു ഡാഷ് അപ്ലൈ ചെയ്തു. പ്ലസ് വി ഡാഷ് അറിയുന്നൂടാ. വി ഡാഷ് അവിടെ കേട്ടോ. വി ഡാഷ് ഉണ്ട്. വൈ റേസ് ടു എക്സ് ലോഗ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ അല്ലേ? അത് വൈ റേസ് ടു 1 അല്ല കേട്ടോ, വൈ ഡാഷ് ആണ് കേട്ടോ. അങ്ങനത്തെ കോമൺ സെൻസ് ഒക്കെ ഉണ്ടായിക്കോളോ. അല്ലെങ്കിൽ അത് പിന്നെ മൾട്ടിപ്ലൈ എക്സ് ഒക്കെ എഴുതും. അങ്ങനെയൊന്നും ചെയ്യുന്നതാ. ഇനി പ്ലസ് ഇനി ഡബ്ല്യു ഡാഷ് ഏതാണ്? എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0. യു ഡാഷ് എഴുതി, വി ഡാഷ് എഴുതി, പ്ലസ് ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു 0 അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ഡാഷ് ആണ്. വൈ ഡാഷ് എത്ര ടേമിലുണ്ട്? വൈ ഡാഷ് ഉണ്ട്? രണ്ട് ടേം നോക്കട്ടോ. ഇവിടെയും വൈ ഡാഷ് ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട് വൈ ഡാഷ്. രണ്ട് ടേമിൽ വൈ ഡാഷ് ഉണ്ട്. അവരെവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുപോകാം. അവരോട് നിർത്താൻ പറയാല് ഈ രണ്ട് ടേം ഒന്ന് വൈ ഡാഷിനെ പുറത്തേക്ക് വലിക്കാട്ടോ. വൈ ഡാഷിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ നല്ലോണം നോക്കട്ടോ. വൈ ഡാഷിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. ഇവിടെ നിന്ന് വൈ ഡാഷ് പുറത്തേക്ക് വലിക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1. വലിയ ആനത്തിലെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെറുതെ കമ്പ്യൂട്ടേഷൻ ആണ്. വെറുതെ എന്താണ് കാൽക്കുലേഷൻ മാത്രമുള്ളത്. ഇനി തെറ്റിക്കരുത്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പണികളൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് അങ്ങോട്ടൊക്കെ പറക്കി എഴുതാനുണ്ടോ? നോക്കുക, എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു വൈ ഡാഷ്. വൈ ഡാഷിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1 ബാക്കി. അതുപോലെ അടുത്ത ടേം ഒന്ന് പ്ലസ് വൈ ഡാഷ് എടുക്കുമ്പോൾ എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് അത് ബാക്കി. ഓക്കെ അല്ലേ? ഈക്വൽ ടു ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുപോവാ. ബാക്കി 1, 2, 3 ടേം ഉണ്ട്. 3 ടേമും അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. എല്ലാവരും മൈനസ് ആവും. അതന്നെ മൈനസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. അടുത്തത് മൈനസ് ഈ ടേം അപ്പുറത്തേക്ക് പോകുമ്പോ വൈ റേസ് ടു എക്സ് ലോഗ് വൈ. അടുത്ത ടേം അയാളെ പോകുമ്പോ മൈനസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ. എല്ലാവരും അപ്പുറത്തേക്ക് പോയി. ഓക്കെ അല്ലേ? എല്ലാവരും അപ്പുറത്തേക്ക് പോയി അല്ലേ? ഇല്ലടാ. ഓക്കെ, ഇനി വൈ ഡാഷിനാണെങ്കിൽ ഇയാൾ ഡിവൈഡ് ചെയ്താ പോരെ? വൈ ഡാഷിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന
നിൽക്കുന്ന ആളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? വൈ ഡാഷിന്റെ കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? ആ മതി മതി മതി. അപ്പൊ നോക്കുക, വൈ ഡാഷ് ഈക്വൽ ടു ഇവിടെ എല്ലായിടത്തും വേണമെങ്കിൽ നെഗറ്റീവിന്റെ പുറത്തേക്ക് എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നെഗറ്റീവ് വേണ്ട, അങ്ങനെ കിടന്നോട്ടെ. നെഗറ്റീവ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 മൈനസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ മൈനസ് എക്സ് റേസ് ടു വൈ മൈനസ് 1 ഇൻറ്റു വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഇപ്പത്തുള്ള ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എക്സ് ഇൻറ്റു വൈ റേസ് ടു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ്. കഴിഞ്ഞു. കുറച്ചധികം ചെയ്യാനുണ്ട്, പക്ഷെ പ്യൂർ കമ്പ്യൂട്ടേഷനാ, വലിയ ഭയങ്കര എളുപ്പാ. ഓരോ ഡിഫറൻസിയേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതില്. കൊച്ചു കൊച്ചു സാധനങ്ങളാ, എക്സ് റേസ് ടു വൈ, എക്സ് റേസ് ടു എക്സ്, വൈ റേസ് ടു എക്സ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാ. പക്ഷെ കമ്പ്യൂട്ടേഷൻ കുറെ എന്ത് ചെയ്യാനുണ്ട്, കുറെ ചെയ്തു കൂട്ടാനുണ്ട്, അത്രേ ഉള്ളൂ. കുറച്ച് അലവലാദികളെ ചെയ്തു കൂട്ടാനുണ്ട്. കുറെ ഒന്നും ചെയ്യില്ല കേട്ടോ, ഒന്നും പറയില്ല. കുറെ പേരൊന്നും ഒന്നും പറയില്ല, കുറെ പേര് നെറ്റിന്റെ പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാതെ വയ്യ, ഇന്നത്തെ ബെസ്റ്റ് ബംഗാളി ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഖിലാണ്. ബെസ്റ്റ് ബംഗാളി ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ നിഖിലാണ്. ചെക്കൻ ഇന്ന് മരിച്ചു ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മൊബൈല് അവന് ചീത്ത വിളിക്കണ്ടാവും, ഒന്നും മര്യാദ ഇരിക്കണേ എന്ന് പറയുന്നുണ്ടാവും. നിഖിലാണ് ഇന്നത്തെ നമ്മുടെ ചെക്കൻ. എന്താ അല്ലേ? ചെക്കൻ ഇന്നത്തെ ബെസ്റ്റ് ബംഗാളി അവിടെ അവൻ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്തോ, നോട്ട് ചെയ്തോ. നാലാമത്തെ ചോദ്യമാണ്. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ കേട്ടോ. അല്ലല്ല, ഇത് നാലാമത്തെ ചോദ്യം. അടുത്ത രണ്ട് ചോദ്യം ഭയങ്കര എളുപ്പമാണ്. ഈ ചോദ്യം അടുത്ത ചോദ്യം പെട്ടെന്ന് കഴിയും. ഇപ്പൊ ഇത്രയും ഇതിന്റെ ഒക്കെ പകുതി സമയം മതി. ഓക്കെ, തുടങ്ങാം. യെസ്, y raised to x equal to e raised to y minus x. Prove that y dash equal to 1 plus log y whole square divided by log y. ഇതാണ് അത്. ഏത് അത് അപ്പോ നമ്മൾ തുടങ്ങുകയാണ്. ഇതാണ് പ്രൂവ് ദാറ്റ്. ആ പ്രൂവ് ദാറ്റ് എന്താണെന്ന് മനസ്സിലിരുന്നോട്ടെ. അപ്പൊ നമുക്ക് വേണ്ടത് y raised to x equal to e raised to y minus x എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എക്സും ഉണ്ട്, വൈ ഡാഷ് കാണണം. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പൊ രണ്ട് ഭാഗത്തും എന്ത് വേണ്ടി വരും? ആരെ ഭൂമിയിലേക്ക് ഇറങ്ങും? രണ്ട് ഭാഗത്തും പവർ ഉണ്ട്. പവർ എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഭൂമിയിലേക്ക് ഇറങ്ങണം. ലോഗിന് വിളിക്കാം. ഡയറക്റ്റ് ലോഗിന് വിളിച്ചൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, ഡയറക്റ്റ് ലോഗിന് വിളിക്കാണ്. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുന്നു. ലോഗ് വൈ റേസ് ടു എക്സ് ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു വൈ മൈനസ് എക്സ്. അപ്പൊ നമുക്കറിയാം ഇയാൾ ഈ എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കും. ലോഗ് ഈ എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കും. അപ്പൊ ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് വൈ. ഇവിടെ രണ്ട് ലോഗിനും പണിയുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ലോഗിനും റൈറ്റ് സൈഡിലുള്ള ലോഗിനും പണിയുണ്ട്. യെസ്, which is equal to മക്കളെ ലോഗും ഇയും കൂടി ചേർന്നാൽ എന്തായി? 1 ആയി അല്ലേ? ലോഗും ഇയും കൂടി ചേർന്നാൽ എന്തായി മാറി? 1 ആയി മാറി. ഇത് പോയി അവസാനം ബാക്കി y മൈനസ് എക്സ്. അങ്ങനെയല്ല പറഞ്ഞത്. ഈ y മൈനസ് എക്സിനെ ഭൂമിയിലേക്ക് ഇറക്കും. ലോഗ് ഈ 1 ആ. അതാണ് സംഭവം. ഓക്കെ, കിട്ടില്ലേ? ഓക്കെ കിട്ടി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. തുടങ്ങല്ലേ? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകണം. തുടങ്ങിക്കോ. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് വൈ. ഇവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പോരട്ടെ. എക്സ് ഇൻറ്റു ലോഗ് വൈ പോരട്ടെ? പറഞ്ഞോ. എക്സിന്റെ ഡെറിവേറ്റീവ് 1. യെസ്, 1 ഇൻറ്റു ലോഗ് വൈനെ വെറുതെ എഴുതുക. പ്ലസ് ഇനി ആരുടെ ഡെറിവേറ്റീവ്? ലോഗ് വൈന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 1 by y ഇൻറ്റു 1 by y ഇൻറ്റു യെസ് y ഡാഷ് ഇൻറ്റു ആ രണ്ടാമത്തെ അളവ് വെറുതെ എഴുതുക. സോറി, ആദ്യത്തെ അളവ് വെറുതെ എഴുതുക. കഴിഞ്ഞു. പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞു. which is equal to y ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? y മൈനസ് എക്സ്. y ന്റെ ഡെറിവേറ്റീവ് എന്താ? ഒന്ന് പറ. മീനാക്ഷി ഒക്കെ അവിടെ പോയതല്ല, സീരിയല് കണ്ടുണ്ടാവും. y ഡാഷ് എന്നിട്ട് y ന്റെ ഡെറിവേറ്റീവ് ആണ് y ഡാഷ്. ബാക്കി y ന്റെ ഡെറിവേറ്റീവ് ആണ് y ഡാഷ്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് 1. ആ മേബിലൊക്കെ പോയിണ്ടാവും. മേബിലൊക്കെ അപ്പുറത്ത് സീരിയലാണോ പോയിരിക്കുണ്ടാവും. കാണാത്ത കൺമണിയാ. എന്തൊക്കെയാ ആ സാധനം പോയി കാണണ്ടാവും. അതിനൊന്നും കാണാനില്ല. മേബിളിന്റെ അഡ്രസ്സിൽ ഇവിടെ. അപ്പോ ഇനി ചെയ്യണം. നമുക്ക് ആരെ കണ്ടത്? വൈ ഡാഷ് ആണ് കണ്ടത് അല്ലെ? ഭാഗ്യം ഇവിടെ ഉണ്ട്. ഭാഗ്യം അവള് സീരിയൽ കാണാൻ പോയിട്ടില്ല. ഞാൻ സീരിയലിന്റെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഒരു ടീച്ചർ. ഞാൻ മൊബൈൽ ഉണ്ട് കയ്യില്. കുറച്ചു നേരം സീരിയൽ, പിന്നെ കുറച്ചു നേരം കാണാൻ കൺമണി, പിന്നെയും ക്ലാസ്. അതന്നെ, പിന്നെയും ക്ലാസ്, പിന്നെയും കാണാൻ കൺമണി. അല്ല ഭാഗ്യം.
അപ്പൊ നോക്കുക, നമുക്ക് ആരാണ് പെറുക്കേണ്ടത്? വൈ ഡാഷിനാണ് പെറുക്കേണ്ടത്. പൊറുക്കേണ്ടതല്ല, പെറുക്കേണ്ടത് അല്ലെ. വൈ ഡാഷിനെ പെറുക്കി മാറ്റണം അല്ലെ. പെറുക്കി എടുക്കുക കുട്ടികളെ. എന്ത് ചെയ്യണം? ഇവിടെയും ഉണ്ട് വൈ ഡാഷ്, ഇവിടെയും ഉണ്ട് വൈ ഡാഷ്. അങ്ങനെയല്ലേ? രണ്ട് സ്ഥലത്തും വൈ ഡാഷ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വൈ ഡാഷിലൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എങ്ങടല്ലേ കൊണ്ടുപോടേ? വൈ ഡാഷിനെ കൊണ്ടുപോവാം. അപ്പൊ വൈ ഡാഷ് ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോ മൈനസ്. നോക്കാട്ടോ, ഈ ടേം ഇപ്പുറത്തേക്ക് പോകുമ്പോ നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. അപ്പൊ എന്ത് വരും? എക്സ് ബൈ വൈ വൈ ഡാഷ്. ഇങ്ങനെയല്ലേ സംഭവം? ഈ ടേം അപ്പുറത്തേക്ക് കൂടാ. ഇവിടെ എക്സ് 1 × എക്സ് ബൈ വൈ വൈ ഡാഷ് അപ്പുറത്തേക്ക് പോകുമ്പോ മൈനസ് എക്സ് ബൈ വൈ വൈ ഡാഷ്. ഈ ടേമാണ് അപ്പുറത്തേക്ക് പോയത്. അതിന് മനസ്സിലാവണ്ടേ? യെസ്. ഇനി ഇപ്പുറത്ത് 1 × ലോഗ് വൈ ആണ്. ഈ -1 ഇപ്പുറത്ത് പോകുമ്പോ +1 ആണ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് വൈ ഡാഷിനെ അവിടെ പുറത്തേക്ക് വലിക്കാം. വൈ ഡാഷിനെ പുറത്തേക്ക് വലിക്കുമ്പോൾ 1 - x by y. 1 - x by y = log y + 1. ഇങ്ങനെയാണ് നിൽക്കുക. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ നമുക്ക് വൈ ഡാഷ് ഉണ്ട്, വൈ ഡാഷ്. ഇനി ഇയാൾ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ വരിക? എക്സും വൈ എന്നുള്ള ടേമാ വരിക. നമുക്ക് വേണ്ടത് 1 + log y / log y എന്നൊക്കെ വേണം. ഇവിടെ 1 + log y ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഹോൾ സ്ക്വയർ രണ്ടെണ്ണം വേണം. ഒരെണ്ണം നമ്മുടെ ഉണ്ട്, പിന്നെ താഴെ log y ഒന്നും ഇല്ല. വല്ലതുണ്ടാ? ഇല്ല. പകരം ഇവിടെ ഉള്ളത് x by y ആ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x by y ഒന്ന് മാറ്റാം, ലോഗിന്റെ ടേമിലേക്ക് ആക്കാം. അപ്പൊ നോക്കുക, നമ്മൾ ഇവിടെ ഇടിച്ച് നടത്തിയിട്ടില്ലേ? നോക്കട്ടാ, ഇവിടെ ഒരു ട്വിസ്റ്റ് ആണ്. ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇടിച്ച് നടത്തിയിട്ടില്ലേ? ഇവിടെ ഒരു സാധനം ലോഗിന് ഉപയോഗിച്ചിട്ട് ഇടിച്ച് നടത്തിയിട്ടില്ലടാ ഒരു സാധനം. ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക? x by y ഉണ്ടാക്കുക. ശ്രദ്ധിക്കുക, ഒന്നുമില്ല. ഇവിടെ x ഉണ്ടല്ലോ, നമുക്ക് ഫുള്ള് y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഫുള്ള് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ ഫുള്ള് y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ x by y വരും. അതിന് വേണ്ടിട്ടാ. അപ്പൊ ഫുള്ള് y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നല്ലോണം നോക്കി ഇവിടെ എന്താ സംഭവിക്കുക? ഞാൻ ഇവിടെ എഴുതാണ്, y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x by y × log y = y by y. എന്താ പറയാ? y by y. ഒന്ന് പറയണേ. y by y 1 മൈനസ് x by y. അതന്നെ, -x by y അല്ലെ? അപ്പൊ ഇവിടെ x by y കണ്ടുപിടിച്ചൂടെ? ഇതിനുള്ളിൽ x by y കണ്ടുപിടിച്ചൂടെ? അതായത് ഇതിനുള്ളിൽ വീണ്ടും ഞാൻ ഈ x by y പ്രതികൊണ്ടിരിക്കുക. അപ്പൊ x by y × log x + 1 വരും, which is equal to 1. മനസ്സിലായി എന്താ ചെയ്തത്? നോക്കട്ടാ, ഇവിടെയും x by y ഉണ്ട്, ഈ ടേമിലും x by y ഉണ്ട്. ഈ ടേമിനെ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് x by y നെ പുറത്തേക്ക് വലിക്കുക. അപ്പൊ ഈ രണ്ട് ടേമൊന്നും x by y നെ പുറത്തേക്ക് വലിച്ചു. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് log x ആ. ഇവിടെ ബാക്കിയുള്ളത് എന്താ? log x. ഈ -x by y പുറത്തേക്ക് വരുമ്പോൾ +x by y ആയി ഉണ്ടാവും. അതിനൊന്ന് പുറത്തേക്ക് വരുമ്പോ പിന്നെ ആരാ? 1 അല്ലേ ഉള്ളത്? അല്ലേ? അതൊക്കെ അങ്ങനെ ചെയ്യാട്ടാ. കൊറേ പേര് ചിരികൾ എടുത്തിട്ടുണ്ടാവും. ഒന്നുമില്ല, ഈ -x by y പുറത്തേക്ക് വരുമ്പോ +x by y ആയി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ x by y ഈ രണ്ട് ടേമിൽ നിന്ന് പുറത്തേക്ക് വലിക്കുക. അപ്പൊ log x + 1 വരും, which is equal to 1. കിട്ടിയോ? അപ്പൊ എന്തായിരുന്നു? ദാറ്റ് ഇംപ്ലൈസ് x by y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/log x + 1. അയ്യോ, log x അല്ല, log y അല്ലേ? സോറി, log y + 1. ഇവിടെ എന്താ റേഞ്ച്? കുഴപ്പമില്ലല്ലോ, ആർക്കും കാണാല്ലേ? കാണണ്ടല്ലോ. പുല്ലേ, നിനക്കടാ പ്രശ്നം. ആവശ്യേ ഒന്ന് ഇറങ്ങി പോയിട്ട് കയറി വേടാ, അപ്പൊ ശരിയാവും. അപ്പൊ x by y കണ്ട 1/log y + 1 ഇത് കണ്ട 1/log y + 1 ഇത് കണ്ട. എന്നിട്ട് x by y ന്റെ പൊസിഷനിൽ log y + 1 അപ്ലൈ ചെയ്യുക. ആ സാധനം അപ്ലൈ ചെയ്യുക. അത് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. അത് ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുക. അതായത് log y + 1 = y dash × 1 - x by y ന്റെ അവിടെ എന്താ എഴുതുക? 1/1 + log y അപ്ലൈ ചെയ്തു. 1/1 + log y. എന്നിട്ട് ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാട്ടാ. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ which is equal to y dash × 1 + log y - 1 / 1 + log y. മനസ്സിലാവണ്ട? ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. വേറെ ആനത്തിന് കാര്യമൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ നല്ലോണം നോക്കിയേ. നല്ലോണം ഒന്ന് ആ ഉണ്ട കണ്ണുകളൊക്കെ ഒന്ന് വിരിച്ചു വെച്ച് നോക്കിയേ.
ആരാ? ആ ആ ഒന്നിന്റെ പണി കഴിഞ്ഞു. +1 -1 കാച്ചി കളഞ്ഞു. യെസ്, അവിടെ ആകെ ബാക്കിയുള്ളത് log y ഡിവൈഡഡ് ബൈ 1 + log y. അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് y ഡാഷ് മാത്രമേ വേണ്ടോ. അപ്പൊ ഇവിടെ y ഡാഷ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? 1 + log y ഉണ്ട്. എന്നിട്ട് ഇത് മോളിക്ക് വരുമ്പോ ഇത് ഇങ്ങോട്ട് വരുമ്പോ 1 + log y മോളിക്കല്ലേ വരിക. ഈ താഴെ 1 + log y മോളിക്കല്ലേ വരിക. അതെ, ഇവിടെ ഓൾറെഡി 1 + log y ഉണ്ട്. ഒരാളും കൂടി വരുമ്പോൾ ആരായി മാറി? ഒരാളും കൂടി വരുമ്പോ സ്ക്വയർ ആയി. ഓൾറെഡി ഇവിടെ 1 + log y ഉണ്ട്. ഈ താഴെ മോളിക്ക് വരുമ്പോ 1 + log y യുടെ സ്ക്വയർ, ഈ log y താഴെ വരും. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്? അപ്പൊ ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിച്ച് നിരപ്പാക്കിയില്ലേ, ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ഈ ഇടിച്ച് നിരപ്പാക്കിയിട്ടില്ലേ ലോഗിന് ഉപയോഗിച്ചിട്ട്, അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് എന്താ ആവശ്യമുള്ളത് അയാൾ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം. y⁻x = e⁻y - x ആണ്. അപ്പൊ ആദ്യം ലോഗിനെ വിളിച്ചു. ലോഗ് വന്നു. ഈ എക്സിനെ കീഴ്പെട്ടേക്ക് എഴുതി. x × log y എന്നായി. ഇവിടെ ലോഗും ഈന്റെയും പണി കഴിഞ്ഞു. y - x ആയി. അത് ആവശ്യം വരും, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പുറത്ത് സാധാരണ പോലെ ചെയ്തു. അതിനുള്ളിൽ y ഡാഷുകളൊക്കെ പുറത്തേക്ക് പറക്കി എഴുതി. അപ്പൊ നമുക്ക് വരുന്നത് log y + 1 × 1 - x/y എന്നൊക്കെയാ വരുന്നത്. നമുക്കാണെങ്കിൽ വേണ്ടത് 1 + log y ന്റെ സ്ക്വയറും log y ഒക്കെ വരണം. ഇവിടെ x/y ആ വരുന്നത്. അപ്പൊ x/y മാറ്റണം. അങ്ങനെ x/y മാറ്റേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇടിച്ച് നിരപ്പാക്കി കൊടുത്ത് പോകേണ്ടത്. ലോഗ് വന്ന് ഇടിച്ച് നിരപ്പാക്കി ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗം അവിടെ നിന്ന് x/y ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഫുള്ള് y കൊണ്ട്, ഇവിടെ മുകളിലൊക്കെ x ഉണ്ട്, അപ്പൊ ഞാൻ ഫുള്ള് y കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ x/y log y എന്ന് വന്നു. ഇവിടെ 1 - x/y വന്നു. അപ്പൊ അതിനുള്ളിൽ x/y ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് x/y എന്താന്ന് കിട്ടി? 1 log y + 1 കിട്ടി. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഉത്തരമായി. മനസ്സിലായോ? യെസ്, ക്ലിയർ ആണ്. അപ്പൊ മക്കൾ നോട്ട് ചെയ്തേ. y = e⁻sin² x × 2 tan inverse of 1 - x divided by 1 + x ആണ്. dy/dx കാണണം, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം അവിടെ ഒന്ന് ഗ്ലാമർ ആക്കാനുണ്ടല്ലോ. അവിടെ എവിടെയും ഗ്ലാമർ ആക്കണ്ടേ? ആരുടെ ഉള്ളിലാണ് ഗ്ലാമർ ആക്കണ്ടേ? ആരുടെ ഉള്ളിൽ? ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ ഒന്ന് ഗ്ലാമർ ആക്കണം. ഇനി നല്ലോണം നോക്കിയേ. 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ പറഞ്ഞേക്കണേ? 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ ടാൻ അവിടെ ഇടിച്ച് പുറത്തേക്ക് വരുന്നേ. tan 2x log. ഹാവൂ സന ഒരേ നില. എനിക്ക് വയ്യ. ഒരാളുണ്ടായി മരുന്നിന് cos 2θ ടാ. ബ്ലഡി ഫൂൾസ്. 1 - cos 2θ 1 + cos 2θ ഓർമ്മണ്ടാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പൊട്ടന്മാരൊക്കെ വെറുതെ പഠിപ്പിക്കുന്നത്. നോക്കടാ, 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ 1 - x ഉം 1 - x ഉം 1 - tan x/1 + tan x ഓടിപ്പിക്കും. എന്താ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത്? cos 2θ കൊടുക്കാനാ പറഞ്ഞത്. cos 2θ 1 - അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എന്തോ അല്ല, ഞാൻ പറഞ്ഞായിരുന്നു 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ. അന്ന് ടെസ്റ്റ് ചെയ്തതാ. അതെ, ടെസ്റ്റ് ചെയ്തതാ ബാക്കി. 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ cos 2θ കൊടുക്കേണ്ടത്. എന്നെ ടെസ്റ്റ് ചെയ്തത് എമ്പരെയുണ്ട്. 1 - x ഉം 1 + x ഉം. അപ്പോ cos 2θ കൊടുക്കുക കേട്ടോ, മറക്കരുത്. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ 1 - x ഉം 1 + x ഉം ഒരുമിച്ച് വരുമ്പോൾ cos 2θ കൊടുക്കുക. tan π/4 - x അല്ലേ? അതെ, tan π/4 - x ആണ്. അപ്പൊ tan π/4 ആണ്. tan പോവും. x കൊടുക്കാം. കുഴപ്പമില്ല. അങ്ങനെ പോവാം, കുഴപ്പമില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ, അത് നോക്കട്ടെ. അവിടെ എന്തോ ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കട്ടെ. അത് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ഇത് പറയാം കേട്ടോ. ദിയ
അത് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ഇതിന് പറയാട്ടാ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, 1 - x 1 + x വരുമ്പോ cos 2 θ. ഞാനിപ്പോ ആ ഫോമിൽ പോവാണ്. 1 - x 1 + x കൊടുക്കുമ്പോ cos 2 θ ആ സാധനം കൊടുക്കാട്ടോ. അപ്പൊ നോക്കുക, x = cos 2 θ ആണ്. x = cos 2 θ. അപ്പൊ നമ്മൾ ആദ്യം ഇതൊന്ന് ഗ്രാമർ ആക്കാൻ പോവാണ്. എന്ത്, ഇത് മാത്രം എടുത്ത് എഴുതാണേ. tan inverse of 1 - x divided by 1 + x, which is equal to tan inverse of 1 - cos 2 θ divided by 1 + cos 2 θ. 1 - cos 2 θ divided by 1 + cos 2 θ. അറിയാം. ഇനി 1 - cos 2 θ എന്താണെന്ന് ബാലൻസ് ചെയ്യണ്ട. അതെന്താ, 2 sin² θ. ഭാഗ്യം. tan inverse of 2 sin² θ divided by 2 cos² θ. 2 sin² θ divided by 2 cos² θ. ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു റൂട്ട് ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഒരു റൂട്ട് ഉണ്ട്. അപ്പൊ ദിയ, അപ്പൊ നടക്കില്ല. ദിയ, അപ്പൊ ക്ലിയർ ആയി. ദിയയുടെ ക്ലിയർ ആയി. ഓക്കെ ക്ലിയർ ആയി. അപ്പൊ ടാൻ പറ്റില്ല കേട്ടോ, ആ സംഭവം പറ്റില്ല. tan π/4 - θ പറ്റില്ല കേട്ടോ, പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ഇപ്പൊ ശരി, ഇപ്പഴാണ് ശരിയായത്. അപ്പോൾ റൂട്ട് ഉണ്ട് കേട്ടോ. സോറി ക്ഷമിക്കുക, ക്ഷമിഷബേഗു ലേലു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് ഉണ്ട്. ഞാനും വിചാരിച്ചേ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. യെസ്, അപ്പൊ എന്ത് ചെയ്യുന്നു, റൂട്ട് ഉണ്ട്. അപ്പൊ 2 sin² θ divided by 2 cos² θ അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. റൂട്ട് വരുമ്പോ മതി. ഓക്കെ, തുടങ്ങല്ലേ? യെസ്, അപ്പൊ ചെയ്യാണ്. രണ്ടും കാച്ചി കളഞ്ഞു. sin² cos² എന്ന് പറഞ്ഞാൽ tan² ആണ്. sin² cos² എന്ന് പറഞ്ഞാൽ tan² ആണ്. റൂട്ട് കഴിയുമ്പോൾ അത് tan θ. റൂട്ട് കഴിയുമ്പോൾ അത് tan θ. അപ്പൊ tan inverse of tan θ. tan inverse of tan θ. tan inverse of tan θ. അവസാനം എന്ത് മാത്രമായി? അവസാനം തീറ്റ മാത്രമായി. യെസ്, അത് നമ്മുടെ അവസ്ഥ. തീറ്റ മാത്രമായി. അപ്പൊ നമ്മുടെ തീറ്റ എന്താ നമ്മൾ എഴുതാം കേട്ടോ. തീറ്റ എന്താ വരിക, ഇത് ഇങ്ങോട്ട് വരുമ്പോ cos inverse of x = 2 θ. അപ്പൊ തീറ്റ = 1/2 cos inverse of x. തീറ്റ ആദ്യം കോസിനോട് കൊണ്ടുവരും. cos inverse x = 2 θ. നമുക്ക് തീറ്റ മാത്രം മതി. ആ രണ്ടിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും, 1/2 cos inverse of x. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ല? ഓക്കെ സെറ്റ് ആണ്. അപ്പൊ ഞാൻ എഴുതുവാണേ. y = നമ്മുടെ ചോദ്യം ടീച്ചർ മാറ്റി എഴുതാണ്. e⁻sin² x into 2 into ഈ tan inverse of ഈ സംഭവം മുഴുവൻ ആയി മാറി. 1/2 cos inverse ആയി മാറി. 1/2 cos inverse x ആയി മാറി. x അല്ല, 1/2 cos inverse of x. tan inverse of root of ഈ സംഭവം എന്ന് പറയുന്നത് 1/2 cos inverse of x. അപ്പൊ 1/2 into cos inverse of x ആയി. തീർച്ചയായിട്ടും രണ്ടിന്റെയും പണി കഴിഞ്ഞു. പിന്നെ അവസാനം y = e⁻sin² x into cos inverse of x ആയി. സിമ്പിൾ അല്ലേ? യെസ്. ഇവിടെ പ്രൊഡക്റ്റ് അല്ലേ? ഇവിടെ നിങ്ങൾ ചെയിൻ റൂൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ജസ്റ്റ് ആരെ വിളിച്ചോ, മറ്റേ മൂപ്പരെ വിളിക്കുക. ആരെ വിളിക്കുക? ലോഗിന് വിളിച്ചോ. വേണമെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ ചെയ്യാം. പക്ഷെ ലോഗിന് വിളിച്ചാൽ പെട്ടെന്ന് വിടി കഴിയും. കാരണം ഈ ആണേ log y = ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ log e⁻sin² x into cos inverse of x. അപ്പൊ ലോഗ് നോക്കുമ്പോൾ എടുക്കുന്നു ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനുള്ളിലേക്ക് ലോഗ് ഓടി കയറും അല്ലെ? മൾട്ടിപ്ലിക്കേഷനുള്ളിലേക്ക് ലോഗ് ഓടി കയറും. യെസ്, അത് എന്തായി മാറി? ലോഗ് പ്ലസ് ആയി മാറി. log e⁻sin² x plus log cos inverse of x. ഓക്കെ, ഇപ്പുറത്ത് ലോഗ് y ഉണ്ട്. ലോഗ് y ലോഗും ഇയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവര് തല്ലുകൂടി മരിച്ചു. 1 ആയി. അപ്പൊ ആര് ബാക്കിയുള്ളോ? which is equal to ആരാ ബാക്കി ഉണ്ടാവുക? ആര് കീപ്പട്ടേക്ക് ഇറങ്ങും? ഇവിടെ ലോഗും ഈ sin² x നെ കീപ്പട്ടേക്ക് ഇറക്കി. sin² x നെ കീപ്പട്ടേക്ക് ഇറക്കി. ലോഗ് ഇ എന്ന് പറയുന്നത് 1 അല്ലേ? ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ലോഗ് cos inverse of x. ഇൻവേഴ്സ് ഒന്നും പിടിച്ച് പുറത്തിറക്കില്ല കേട്ടോ. അതൊന്നും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇൻവേഴ്സ് തൊട്ട് പോരുത്. കോസിന്റെ ഇൻവേഴ്സ് തൊട്ട് പോരുത് കേട്ടോ. കുന്നുപോയി ഞാൻ. അപ്പൊ ലോഗ് പോയി. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തൂടെ? ഭംഗിയില്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ? അയ്യോ, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. തുടങ്ങാണ്. ലോഗ് പോയി. പറടാ, ലോഗ് പോയി ഡെറിവേറ്റീവ് പറടാ. അയ്യോ, പറഞ്ഞു മട്ടിയില്ലേ? 1/y into y dash equal to sin square. sin square എന്ന് പറയുമ്പോ ആദ്യം ആരും ചെയ്യണ്ടേ? sin square എന്ന് പറയുമ്പോ ആദ്യം ആരും ചെയ്യണ്ടേ? യെസ്, sin square എന്ന് പറയുമ്പോ സ്ക്വയറിന് ചെയ്യണം. അപ്പൊ 2u ഇത് u സ്ക്വയർ ആണ്. u സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into u. sin സ്ക്വയറിന്റെ u സ്ക്വയർ 2 into u. അപ്പൊ 2 sin x
ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് യെസ് കോസ് എക്സ് കഴിഞ്ഞു. കോസ് എക്സ് പ്ലസ് ലോഗ് അടുത്തത് ലോഗ് കോസ് ഇൻവേഴ്സ്. ലോഗ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ലോഗ് ചെയ്യണം 1 ബൈ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ഇനി കോസ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് അതെന്താ? നെഗറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതല്ലേ സംഭവം? അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. y ഡാഷ് ഈക്വൽ ടു y നെ എടുത്ത് എഴുതുക. y എന്ന് പറഞ്ഞ ചോദ്യം. ഈ ചോദ്യം വേണ്ട, ഇത് നമ്മൾ y കുറച്ചുകൂടി ഭംഗിയൊക്കെ എഴുതിയിട്ടില്ലേ? ഈ y മതി കുറച്ച്. അത് അലമ്പ് y ആണ്. ഇത് നല്ല y, ഇതല്ലേ എളുപ്പമുള്ള y, അത് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ. y ഡാഷ് ഈക്വൽ ടു y നെ എടുത്ത് എഴുതണം. അപ്പൊ ഈ ഭംഗിയുള്ള y എഴുതിയാൽ മതി. ഇതേ സാധനം ചുരുക്കി എഴുതുന്നത് ഇത് എഴുതിയാൽ മതി. y ഇൻറ്റുവിന് പകരം e റേസ് ടു സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റ് ഇടുക. 2 sin x cos x എന്താ സംഭവം? 2 sin x cos x sin 2x പ്ലസ് -1 ഡിവൈഡഡ് ബൈ cos ഇൻവേഴ്സ് ഓഫ് x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. മനസ്സിലായോ? മനസ്സിലായോ? ബ്യൂട്ടിഫുൾ. അപ്പൊ ഇത് 6 മാർക്കിന് ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്കുള്ള CBSE 6 മാർക്കിന്റെ ചോദ്യം, ഹൈയസ്റ്റ് മാർക്കിന്റെ ചോദ്യം. സിമ്പിൾ. അപ്പൊ മക്കൾ നോട്ട് ചെയ്യുക, പഠിക്കുക. അപ്പൊ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഞാൻ ഇതാണ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുപോലത്തെ പ്രോബ്ലം ഞാൻ അധികം ഒരുവിധം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളോ, അത് ചെയ്ത് നോക്കിക്കോ. പ്രീവിയസ് ഇയർ എല്ലാം കിട്ടണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ, എല്ലാം എളുപ്പമാണ്. പിന്നെ നമ്മളോട് എന്താ പറയാനുള്ളത്? അപ്പൊ അങ്ങനെയാണ്. അപ്പോ മനസ്സിലായിണ്ടാവും, എല്ലാം ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ ആണ്. അപ്പോ ഇന്നെന്തായാലും ടുഡേസ് ബംഗാളി, ഇന്നത്തെ ബംഗാളി നമ്മുടെ നിഖിലിനെയാണ് കേട്ടോ. അതിന് ക്ലാപ്പ് ഉണ്ട്, നിഖിലൊരു ക്ലാപ്പ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ശരി കേട്ടോ.